ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് 1 പത്രോസ് 4:7 വാക്യം ഒന്ന് വായിക്കാം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുഖമുള്ളവരും നിർമ്മലരായിരിക്കെ. പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്മരിച്ചു കഴിഞ്ഞു. എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മലരുമായിരിക്കും. സിസ്റ്റമാറ്റിക് തിയോളജിയിലെ അവസാനത്തെ പാഠമാണ് എസ്കറ്റോളജി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് എടുക്കുവാൻ 2-3 ദിവസങ്ങൾ കൊണ്ട് സാധ്യമല്ലാതിരുന്നതുകൊണ്ട് അതിൽ അവിടെ നിന്ന് വീടുന്നതുമായിട്ട് നുള്ളിപ്പെരുക്കിയ ആശയങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാത്രിയിലെ എനിക്ക് തോന്നുന്നു നമ്മുടെ സഹോദരിമാര് സാധാരണ നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുവാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. ചേനയുടെ കഷ്ണവും കാച്ചിലിന്റെ കഷ്ണവും ഏത്തക്കായുടെ കഷ്ണവും വെണ്ടയ്ക്കായ മുറിച്ചതും പിന്നെ മുരിങ്ങക്കായ മുറിച്ചിട്ടതും എല്ലാം കൂടെ ചേർത്ത് കറികൾ ഉണ്ടാക്കും. അതിന്റെ പേര് അവിയലെന്ന്. അവിയല്. അതുപോലെ നമുക്ക് ഇത് എസ്കറ്റോളജി മൊത്തം കൂടെ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് ഈ വാക്യം വായിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞിടയ്ക്ക് എന്റെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞു, ഇളയ മോൻ പറഞ്ഞു, അപ്പാ ഇതുപോലെ ഒന്ന് കൊണ്ടു നോക്കാം. നമ്മുടെ കുട്ടികളുടെ ഓരോ സൈക്കോളജി നമ്മളെക്കാളൊക്കെ അവർക്കറിയാം. എന്നോട് പറഞ്ഞു, അപ്പ ഈ ഇറച്ചിക്കറിയും മീൻകറിയും മോരും പിന്നെ മെഴുക്കുവരട്ടി പിന്നെ അറുപൊടി പോകുന്ന സാധനം ഉണ്ടല്ലോ, അല്ല ചമ്മന്തിപ്പൊടി, അതും എല്ലാം ഒന്നിച്ച് വാരിയിട്ട് കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് അപ്പ ഉണ്ട ഉണ്ടാക്കി തിന്നാൻ പറ്റും. അങ്ങനെ എനിക്ക് മനസ്സിലായത് ഏറ്റവും രുചികരമാണത്. നമുക്ക് ഇന്ന് രാത്രിയിലെ മിക്സുള്ള എല്ലാ വിഷയവും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരുളയായിട്ടൊന്ന് വിഴുങ്ങിട്ടൊന്ന് പോകണം. സ്വന്തം കാരണം ആഗ്രഹിച്ചായിരിക്കും നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ അതുവരെ ഒരുമിച്ച് നിൽക്കട്ടെക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസമായിരിക്കണം. നെക്സ്റ്റ് വാക്യം ശ്രദ്ധിക്കൂ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. End of all things at hand. നമ്മുടെ മനസ്സാക്ഷിയുടെ വാക്യം എഴുതപ്പെടട്ടെ. അതുകൊണ്ട് വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദ എൻഡ്? അവസാനത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയിൽ പ്രധാന ചിന്ത എന്താണ്? കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പലരും ഓർക്കും. വീട്ടിൽ പോയി ഗൃഹപാഠം എല്ലാം വായിച്ചു പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഗൃഹപാഠം ഒന്നും ഉണ്ടായിരുന്നു. ചെയ്ത് കാണുമെന്നുള്ള വിശ്വാസത്താൽ ആരെയും കൈ പൊട്ടിക്കുന്നില്ല. എല്ലാം വായിച്ചു കാണും പഠിച്ചു കാണും. ഒരു 10 പരിപാടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു. അതെല്ലാവരും ഓർക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. എന്നാൽ അതിനോട് അഡീഷണലായിട്ട് ഒന്നുകൂടി ചേർക്കുന്നെങ്കിൽ ഇതായിരിക്കും: പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും, നിർമ്മലരായിരിക്കും. 2 കാര്യമാണ്. പ്രാർത്ഥനയുടെ സുബോധമുണ്ട്, നിർമ്മലത്വം 2. നോക്കണം, that is your meditation is your character. രണ്ടാമത്തത് your practicality is your prayer. നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നതിന്റെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തിന്റെ സാക്ഷാത്കരിക്കപ്പെടുന്നതിന്റെ ശരിയായ വശം എന്ന് പറയുന്നത് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലാണ്. ശൗലെ പിടികൂടിയ ദൈവം മറ്റൊരു ദൈവദാസനെ പറഞ്ഞു വിട്ടു, നീ അങ്ങനെ അങ്ങോട്ടുള്ള ആ വീട്ടിലോട്ട് കയറി നോക്കിയാലേ അവിടെ ശൗല് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഇതുവരെ കൊല വിശ്വസിച്ച മനുഷ്യൻ now he is praying. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഓർക്കണം, നമ്മളെ ഗുണപ്പെട്ടു എന്ന്. ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ഈ ക്ലാസ് വന്ന ശേഷം ചില സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തപ്പോൾ വ്യക്തമാക്കിയ 12 പോയിന്റുകൾ ഞങ്ങളുടെ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. സിസ്റ്റമാറ്റിക് തിയോളജിക്ക് 14 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 14 ഡിപ്പാർട്ട്മെന്റായിട്ടാണ് കഥാപരിച്ച ഒരു വർഷത്തിനുള്ളിൽ സിസ്റ്റമാറ്റിക് തിയോളജി മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് എഴുതപ്പെടുന്ന പാഠക്കുറിപ്പുകൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിലേക്ക് വരാം. ഒന്നാമത് സിസ്റ്റമാറ്റിക് തിയോളജി ലെസൺ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു തിയോളജി, വേദശാസ്ത്രത്തിന്റെ ആമുഖ ചിന്തകൾ. രണ്ടാമത്തത് ബിബ്ലിയോളജി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദ ബൈബിൾ, വേദപുസ്തകത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. മൂന്നാമത്തത് തിയോളജി പ്രോപ്പർ, ദാറ്റ് ഈസ്
all about God. ദൈവത്തെ കുറിച്ചുള്ള ചിന്തയാണ് മൂന്നാമത്തത്. നാലാമത്തത് ക്രിസ്തോളജി, all about Jesus Christ, യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ്. അഞ്ചാമത്തത് all about the Holy Spirit, that means pneumatology. ആറാമത്തത് കോസ്മോളജി എന്ന് പറയും. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് വേദശാസ്ത്രം നമ്മളെ ഓർപ്പിക്കുന്ന ചിന്തകളാണ് കോസ്മോളജി. The origin of the universe and origin of all the creation. നമ്മുടെ നിലയ്ക്കുള്ള വളരെ ഗോളങ്ങൾ നാം കാണുന്ന ഈ പ്രപഞ്ചം, ഇതിന്റെ എല്ലാ ഉൽപ്പത്തി സംബന്ധിച്ച് ബൈബിൾ പറയുന്നതും വേദചിന്തകന്മാർ കണ്ടെത്തിയമായ ആശയങ്ങളാണ് കോസ്മോളജി എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. അടുത്തത് ഏഞ്ചലോളജി എന്ന് പറയും. മാലാഖമാരെ കുറിച്ചുള്ള പാഠങ്ങളാണ്. അതാണ് രചിച്ച മഹഗ്രന്ഥം എന്ന് ഓർപ്പിച്ചത്. അത് കഴിയുമ്പോൾ മാലാഖമാരിൽ നിന്ന് ശാസ്ത്രത്തിൽ പിഴച്ച മാലാഖയ്ക്ക് ഡീമൺ എന്ന് പറയാൻ കഴിയും. ഞാൻ ചുരുക്കി പറയാറുണ്ട്, ഈനാമിക്സ് മുതൽ ലൂസിഫർ വരെ. ഈനാമിക്സ് അങ്ങനെ കൊച്ചുപിള്ളേർക്ക് കേറാറുണ്ട്, ചില പ്രായമുള്ളവർക്ക് കേറാറുണ്ട്. അപ്പോൾ അതാ ഈനാമിക്സ് മുതൽ സാമൂഹ ശക്തിയോടുണ്ട് പ്രഹരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൂസിഫർ എന്ന വ്യക്തി വരെയുള്ളതാണ് ആ ജീവനോളജി എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആന്ത്രോപോളജി, നരവംശാസ്ത്രം, മനുഷ്യശാസ്ത്രം എന്ന് പറയും. എങ്ങനെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു? അവരൊരു ക്രിയേഷൻ ആണോ, അതോ അവരൊരു എവല്യൂഷൻ ആണോ, എവല്യൂഷന്റെ പ്രതീകമാണോ, ക്രിയേഷൻ ആണോ എന്ന് തരംതിരിച്ച് മനസ്സിലാക്കി മനുഷ്യൻ അടങ്ങുന്ന ഘടകങ്ങളെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് മനുഷ്യ ജീവിതങ്ങളെ അപഗ്രഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ തരംതിരിച്ചുകൊണ്ട് കാണുവാൻ കഴിയുന്ന ധാരണമാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതെ മനുഷ്യൻ ഭാവിയായിരിക്കുന്നതുകൊണ്ട് ഹമാറ്റിയോളജി അല്ലെങ്കിൽ പാവത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമായിരിക്കും അടുത്ത പാഠം എന്ന് പറയുന്നത്. പാവത്തെ കുറിച്ചുള്ള പാഠം കഴിഞ്ഞാൽ സോഷ്യോളജി അഥവാ രക്ഷാശാസ്ത്രം, human salvation achieved on the cross. ക്രൂശിലെ യേശു സഹിച്ച കഷ്ടമുണ്ട് ഒരു മനുഷ്യന് കിട്ടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ദിവ്യരക്ഷയുള്ള പാഠക്കുറിപ്പുകളായിരിക്കും അതിൽ ഉണ്ടാകാൻ പോകുന്നത്. So the soteriology, doctrine of salvation, ആ salvation കൂടെ നമ്മുടെ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവൻ വെറുതെ നിൽക്കാൻ പറ്റുകയില്ല. അവനെങ്കിൽ ഒറ്റമിഷനായിട്ട് നിൽക്കാൻ പറ്റില്ല. അവനെങ്കിൽ ആരെങ്കിലും ബന്ധപ്പെടാത്ത ഒരു മനുഷ്യനല്ല. ഇനിയുള്ള സോഷ്യോളജിക്കൽ ലൈഫ് അവരൊരു സാമൂഹിക വ്യവസ്ഥയിൽ ബന്ധപ്പെട്ടിരിക്കണം. അതുകൊണ്ട് അവരെ എവിടെ ചേർക്കണമെന്ന് കാണിക്കുന്ന പാഠം എക്ലീസിയോളജി എന്ന് പറയും, സഭാശാസ്ത്രം എന്ന് പറയും. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ഏതെങ്കിലും സുഹൃത്തെ, നീ സഭയുടെ മെമ്പറാണോ എന്ന് അല്പസമയം ചിന്തിക്കണം. You have to be a member of a local church as well as the body of Christ, the universal church. സാർവജനിക സഭയുടെയും പ്രാദേശിക സഭയുടെയും മെമ്പറായി ജീവിക്കണം. എനിക്ക് ആളുടെ പരിചയമുണ്ട്. ഞാൻ കടയിലിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞു, സാറേ ഈ പോകുന്ന മനുഷ്യനെ ഒന്ന് നോക്കിക്കൊള്ളാൻ തോന്നി. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ വളരെ പഞ്ചവച്ച മടക്കി നോക്കിക്കൊണ്ടിരുന്നു മറയുന്നത് വരെ നോക്കി. അദ്ദേഹം പോയി കഴിയുമ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനത്തെ കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ സ്നാനവും മനസ്സിലായി. വളരെ തീരുമാനിച്ചു സ്നാനപ്പെടാൻ. സ്നാനത്തിന് വേണ്ടി തനിക്ക് അർഹതയുള്ള ഒരു വ്യക്തിയെ, തന്നെ സ്നാനപ്പെടുത്തുവാൻ അർഹതയുള്ള ഒരു വ്യക്തിയെ തിരക്കി എല്ലാ പെന്തിക്കോസ്ത് സഭയിലും എല്ലാ കർത്താവ് സഭയിലും അദ്ദേഹം പോയി. വളരെ അദ്ദേഹം തീരുമാനിച്ചു, യോഗ്യനായിട്ട് ആരെയും കണ്ടില്ല. അവസാനം മണിവരയാറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു മിമിക്രി നടത്തി. എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നീ കർത്താവായ ശേഷം വിശ്വസിക്കുന്നുവോ എന്ന് സ്വയം ചോദിച്ചു. വിശ്വസിക്കുന്നു തലവിലേക്ക് ഭയം. അതിനുശേഷം വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നുള്ള കട്ടളപ്രകാരം ഞാനിന്റെ തകർത്താൻ മുങ്ങി. ആ സൈസ് ആത്മീയ ക്രാക്കുകളും കൊണ്ട് ഇല്ലാതെ രക്ഷിക്കപ്പെട്ട കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട കഴിഞ്ഞ മനുഷ്യരെ നിങ്ങൾക്ക് ബന്ധുവാണ് ഉണ്ടാക്കുന്നത്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് വ്യക്തിയോടും ഒരു തലമുടിയിലായ വലിപ്പത്തിൽ പരീക്ഷമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. സ്വന്തം എന്റെ നോട്ടീസ് വലിച്ചിങ്ങനെയുണ്ട്. ഈ മൂടപ്പുള്ളിക്ക് മാനസാന്തരപ്പെടാൻ ഇട കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്നാളെ പിടിക്കുമെന്നൂടെ ഞാൻ അന്ത്യശ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ഒരു ശുശ്രൂഷക്കാരനാണ്. അവരുടെ ആളുകളോട് എനിക്ക് പ്രയാസം. സ്വന്തം
പ്രാർത്ഥിച്ചെന്ന് കണ്ടുപിടിക്കണം. ആ വ്യക്തി മാനസാന്തരപ്പെട്ട മതി. ആ നോട്ടീസ് കീഴിലെങ്കിലും എനിക്കൊരു സന്തോഷം. ഞങ്ങളെ ഇത്രയും പേര് വന്നല്ലോ. വളരെ നല്ല ഇരിക്കുന്നുണ്ടല്ല. എല്ലാവരോടും ഞങ്ങൾക്ക് ആരോടും പെണ്ണുങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. ആ വ്യക്തി മാനസാന്തരപ്പെടണം. അവർ ഇറങ്ങുമല്ലോ പറഞ്ഞത്. അല്ലാതെ യാതൊരു കുഴപ്പമില്ല. ഒന്നും ആ ഭാഗത്ത് ഞാൻ വിഷയമായിരുന്നു. അമ്പാൽ ആ ഭാഗം അമ്പാലിന്റെ മറുപടിയാണ്. കാരണം ആവശ്യത്തിൽ പറഞ്ഞാൽ തെറ്റ് വരുന്നുണ്ട്. ഞാൻ ആ ഭാഗം വിടുകയാണ്. Now we are thinking about the soteriology and the ecclesiology. ഒരു മനുഷ്യൻ സഭയിലായിരിക്കുന്നു. ഇനി എന്താ പഠിക്കുന്നത്? He should have a character. അവന്റെ സ്വന്തമായ നല്ല സ്വഭാവത്തിന് ഉടമയായിരിക്കണം. ആ സ്വഭാവം പറയുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ ദിവ്യ സ്വഭാവത്തിന് ൂർത്തവാദികളാക്കുന്നു. ആ പാഠക്കുറിപ്പുകളാണ് തിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 10 കൽപ്പനയിൽ ആരംഭിച്ചത് ഗിരിപ്രഭാഷണത്തിൽ തുടർന്നിട്ട് യാക്കോബിന്റെ ലേഖനത്തിലെ 5 അധ്യായങ്ങളിൽ കൊണ്ട് അവസാനിപ്പിക്കുകയും അവസരോചിതമായിട്ട് മറ്റുള്ള ഭാഗങ്ങളെ ചെയ്യുന്ന പാഠക്കുറിപ്പിന്റെ പേരാണ് തിയോളജി. മോറൽസ് ആൻഡ് എത്തിക്സ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച്. ക്രിസ്തീയ സഭയുടെ ധാർമ്മിക തത്വശാസ്ത്രം എന്ന് പറയുന്നതാണ് തിയോളജി. അങ്ങനെ കഴിഞ്ഞാൽ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എസ്കറ്റോളജി, അന്ത്യകാല ശാസ്ത്രം. അന്ത്യകാല ശാസ്ത്രം ദൈവം അല്പമേ ഓർക്കണം. നാം എല്ലാവരുടെയും അവസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളാണ് നിശ്ചയമായും ഈ കൃപാലികളെ അവസാനത്തെ ജനറേഷൻ വിശ്വസിക്കണം. I believe that we are the last generation of this dispensation of grace. കൃപയുടെ കാലത്തിലെ അവസാനത്തെ തലമുറയായിരിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെയും അവസാനം എന്ന ആവശ്യം വ്യക്തമായി നമ്മുടെ കണ്ണുകളുടെ മുന്നിൽ നടക്കാൻ പോവുകയാണ്. മുഖ്യമായ റെഫറൻസ് ഉണ്ട്. പക്ഷേ മനോരമയുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ലോകത്തിൽ ഇമ്മിടത്താൻ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രത്യേക ചില പാഠക്കുറിപ്പുകളെ കേരളീയ തുടർന്ന നിമിഷങ്ങളെ ഞാൻ സംസാരിച്ചു കൊടുത്തത്. നമ്മുടെ ലോക്കൽ ക്ലാസുകളിലും അതുപോലെ നമ്മുടെ മറ്റു യോഗങ്ങളിലുമൊക്കെ പരസ്യമായി പറയുകയും പലരുടെയും ഉത്സാഹം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുക ഞങ്ങളുടെ പ്രോഗ്രാം. പരമാർത്ഥ മനസ്സ് ഉണർത്തുക. അങ്ങനെ ഉണർന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഞാൻ അബുദാബിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞോടെ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഒരു സുഹൃത്ത് ചാടി എഴുന്നേറ്റ് അതേ സഭയിൽ വെച്ചാണ് എഴുന്നേറ്റ് പറഞ്ഞു, ഒരു പ്രാവശ്യം യേശു മനോരമയിൽ 7 ലക്ഷം ആളുകൾക്ക് വേണ്ടി 7 ലക്ഷം കോപ്പി അടിക്കുന്നതിന് വേണ്ടി ഇടുവാനായിട്ടുള്ള 40,000 rupees ഞാൻ നൽകുവാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു നീതിയെടുത്ത് കൈ തന്നു. ഞാൻ കാണിക്കാമെന്നായിരുന്നു. നിശ്ചയമായിട്ടും അങ്ങനെ ഇവിടേക്കെല്ലാം കൂടെ തുടങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാനൊക്കെ വന്നു പോയത്. അത്രയും ബഹളമാരും കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉത്സാഹം കാണിക്കുന്നു തോന്നുന്നില്ല. എങ്കിലും 10-12 പേര് ഇതിനകത്തുണ്ടെന്നാണ് എന്റെ അഭിപ്രായം ഇരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ആളുകളുണ്ട് ദശാംശമൊക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നവരാണ്. അവരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ ചെറിയ പ്രോഗ്രാം പറയും. അപ്പോൾ ഓർത്താൽ മതി. നമ്പർ 1 ലെസൺ നമ്പർ 1 ദ റാപ്ചർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞെടുക്കാം. അവർക്ക് ഇഷ്ടം ഞാൻ ഈ 12 പേര് തയ്യാറാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. വേണ്ടവർക്ക് ഒടുവിൽ പാപങ്ങൾക്ക് അതിന് ഇൻഫർമേഷൻ കൊടുക്കണം. ഒന്നാമത്തെ റാപ്ചർ, വിശുദ്ധന്മാരുടെ ഉത്പ്രാവണം. യേശുവിന്റെ മടങ്ങിവരവും വിശുദ്ധന്മാരുടെ ഉത്പ്രാവണമായിരിക്കും നമ്പർ 1. രണ്ടാമത്തത് മഹോന്നതകാലം ഭൂമി സംഭവിക്കുവാൻ പോകുന്നു. ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാവുന്നതുമായ വലിയ കഷ്ടം അന്നുണ്ടാകുന്ന സംഭവം ഭൂമിക്ക് വരികയാണ്. മഹോന്നതകാലത്തിലും കഥാവിന്റെ വരവിലും മഹോന്നതത്തിലും ഇടയ്ക്ക് എന്തുമാത്രം കാലമുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. മഹോന്നതത്തിലും കർത്താവിന്റെ വരവിന്റെ ഇടയ്ക്ക് എത്ര നിമിഷവും നമ്മളെന്തെങ്കിലും പാടി സന്തോഷിച്ചിരിക്കുമ്പോൾ
Praise the Lord. അത് കഴിഞ്ഞ ഞങ്ങളുടെ 7 വർഷം മഹോപദ്രവകാലമാണ്. ആ വിഷയത്തെ കുറിച്ച് ദൈവങ്ങൾ ബോധവാന്മാരായിരിക്കണം. അടുത്ത സബ്ജക്ട് ആ കാലം ആരംഭിക്കുമ്പോൾ മനുഷ്യവർഗം ഒരുമിച്ചായിരിക്കുന്ന മനുഷ്യവർഗം തരം തിരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. മനുഷ്യവർഗം തരംതിരിക്കപ്പെടാൻ പോവുകയാണ്. എങ്ങനെ തരംതിരിക്കപ്പെടും? പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുണ്ട്, അവരോടൊപ്പം പുതിയ നിയമകാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുണ്ട്. ഈ 2 കൂട്ടരും കൂടെ ഒരുമിച്ചാണ് രക്ഷാപൂർത്തി ആഘോഷിക്കുവാൻ പോകുന്നത്. വായിക്കാം എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേഴ്സ്. എബ്രായലേഖനം 11-ാം അധ്യായം അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവർ നമ്മെ കൂടാതെ 11-ാം അധ്യായത്തിൽ ഹാലേൽ തുടങ്ങി മെലഖിയാവിന്റെ മകനായ സഖറിയാവ് വരെ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ കുറിച്ച് ഒരു ലിസ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 കൂട്ടരുടെ രക്ഷാപൂർത്തി ഒന്നിച്ചാണെന്ന് ഏതൊരു നിരപരാധിയായ വിശ്വാസിക്ക് മനസ്സിലാവും. പഴയ നിയമഭക്തന്മാരുടെ രക്ഷാപൂർത്തിയും ഇവിടെ ഇരിക്കുന്ന പുതിയ നിയമഭക്തന്റെ രക്ഷാപൂർത്തിയും ഒന്നിച്ചാണ്. അങ്ങനെ വിശ്വസിക്കുന്ന കയ്യൊന്നും ഉണ്ടാക്കണം. കണ്ടോ, തന്നെ വിശ്വസിക്കുക. ഞങ്ങളാണ് പ്രസംഗിച്ചിട്ട് അതിനുള്ള ആർഗ്യുമെന്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. 2 കൂട്ടർ ഒരുമിച്ചാണ് രക്ഷാപൂർത്തി. എന്താ രക്ഷ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമാക്കാം. നാം കൃപയാലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലരുടെ 2-ാം അധ്യായം 40-ാം വാക്യം വായിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ഞാൻ ലഭിക്കും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതാണ്. മറ്റു പല വാക്കുകളാൽ അവരവരെ പ്രബോധിപ്പിച്ചു. ഈ വാക്കുകളുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീ എന്ന് പ്രബോധിപ്പിച്ചു. ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചാൽ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നൊരു 2ാം പ്രവൃത്തിയുണ്ട്. അങ്ങനെയാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വേറൊരാള് ജീവിതം. അതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്. നിങ്ങളെ 2 Corinthians 6-ാം അധ്യായം 14 വായിച്ചവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിശ്വാസത്തോടെ ഇടയില്ലാത്തവരും കൂടാതെ നീതിയും അഹമ്മദും തമ്മിൽ എന്തൊരു ചർച്ച വെളിച്ചത്തിന് ഇതിനോട് എന്തൊരു കൂട്ടായ്മ ക്രിസ്തുവിനും ബലിയാനും എന്തൊരു പൊരുത്തം, പിന്നെ ദൈവാലയത്തിൽ വിഗ്രഹങ്ങളോട് എന്തൊരു യോഗ്യത, അവിശ്വാസിക്ക് അവിശ്വാസിയോടെ എന്തോ ഓഹരി. അവരുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ടെ അശുദ്ധമായ ഒന്നും എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളേക്ക് പുത്രന്മാരും പുത്രന്മാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് ചെയ്യുന്നു. വേർപാട് പാലിക്കാത്തവന്റെ രക്ഷയെ എനിക്കൊന്നും പറയാനില്ല. വേർപാട് പാലിച്ചവനാണ് രക്ഷയുടെ വഴിത്താരയിൽ നീങ്ങുന്നവൻ. 9-ാം അധ്യായം അവസാനമാക്കി വായിക്കുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്നവന്റെ രക്ഷയ്ക്കായി ഭാവം കൂടാതെ അങ്ങനെയാണെങ്കിൽ രക്ഷാപൂർത്തി പ്രാപിക്കുന്ന 2 വകുപ്പാളുകളുണ്ട്. ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിന്റ്സ്, അവരെ കുറിച്ച് 2-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. അവരെ ഒരുമിച്ച് ചേർക്കുവാനുള്ള ദൈവത്തിന്റെ പ്രോഗ്രാം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും. അങ്ങനെയാണ് ഈ യാഗത്തിൽ കൂടെ ദൈവത്തോട് നിയമം ചെയ്തിരിക്കുന്ന വിശുദ്ധന്മാരെ വിളിച്ചു കയറ്റുന്ന എപ്പോഴായ ശബ്ദമായിരിക്കും കാഹളധ്വനികൾ കേൾക്കുന്നത്. നമ്മളോ 2-3 അധ്യായം അവസാനിച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ 2-3 അധ്യായം
പ്രസന്റ് ക്രിസ്ത്യൻ ചർച്ച്, ക്രിസ്തീയ സഭയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തീരുമ്പോൾ ഒടുവിൽ തീർന്നു കഴിയുമ്പോൾ അനന്തരം സ്വർഗത്തിലെ വാതിൽ, നാലാമത്തെ സ്വർഗത്തിലെ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാരണദാനം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. Praise the Lord. I'm actually English King James version, please. I will like you. എളുപ്പം വായിക്കൂ, King James version. മുഴുവൻ ഇംഗ്ലീഷുകാരാ, പക്ഷെ ഇംഗ്ലീഷ് വരുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Revelation chapter 4 verse 1. After this I looked, and behold, a door was opened in heaven. Yes. And the first voice which I heard was as it were a trumpet talking with me, which said, "Come up hither." എങ്ങനെയാണ് ശൂന്യാകാശത്തിൽ അവിടെ ഇങ്ങോട്ട് കേൾക്കുന്ന ആ പെടവിൽ കൂടെ തുറന്ന വാതിൽ കൂടെ ഇങ്ങോട്ട് കേട്ട ശബ്ദം എങ്ങനെ? നമുക്കെല്ലാം ഒന്ന് പറയാം അങ്ങനെ. ഒരുപാട് ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം പറഞ്ഞു, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നാളെ ഒരു യോഗത്തിൽ ഞാൻ കണ്ടു, മക്കളും കൊച്ചുമക്കളൊക്കെ ഗ്ലോറി ഗ്ലോറി പറഞ്ഞു, ഒരു വിലപിച്ചിരുന്നത് ലോറി ലോറി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കാരണം ദൈവത്തിൽ അറിയാം അവർ ഉദ്ദേശിക്കുന്ന മക്കൾ പറയുന്നത് തന്നെയാണ്. തമ്പുരാൻ അത് വരവ് വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് അല്പം സ്പെല്ലിംഗ് തെറ്റിയാൽ കുഴപ്പമില്ല, പറഞ്ഞോളൂ. നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദം മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ ഇവിടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് പോകും. ആ പഴയ ഭക്തന്മാരുടെ കൂടെ നിങ്ങൾ പോകുന്നതുമല്ല അലർജി ഉണ്ടെങ്കിൽ പോകണ്ട. എനിക്കൊരു അലർജി ഇല്ല സാറേ, എനിക്കൊരു അലർജി. ആരുടെ സ്വർഗത്തിൽ പോയാലും എനിക്ക് അലർജി. നാട്ടിൽ എല്ലാവരും കൂടെ പോയാലും എനിക്ക് അലർജി ഇല്ല. കാരണം ഓരോരുത്തൻ താണ്ടാതെ എനിക്ക് എന്റെ പേരെ സൂക്ഷിച്ചാൽ മാത്രം മതി. ഞാൻ മനസ്സിൽ വേദനപ്പെട്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വാക്കുകൾ എന്റെ ധൈര്യപ്പെടുത്തി തരുമോ. ഒന്നാമത്തെ സഭയുടെ ഇന്നത്തെ അന്തരീക്ഷം, 10-20 വർഷം കഷ്ടപ്പെട്ട എന്റെ സഭയുടെ അന്തരീക്ഷം ഓർത്ത് വേദനപ്പെട്ട് ഞരങ്ങിയിരുന്ന സമയത്ത് കേട്ടതറിയോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ദൈവം നമ്പരാൻ പറഞ്ഞതാ, മൈൻഡ് യുവർ ഓൺ. നിങ്ങൾ പറഞ്ഞു നോക്കിയ, എന്നോടല്ല, എന്നോട് പറയണേ, അവരോട് തന്നെ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മോശമാ, നിങ്ങൾ എന്നോട് പറഞ്ഞാലും ഇൻസൾട്ടാ അല്ലേ? അന്നെന്താ പറഞ്ഞു നോക്കിയേ? മൈൻഡ് അവർ ഓൺ ബിസിനസ്. ദൈവനോട് പറഞ്ഞു. അന്നേരം എന്റെ മുഖത്ത് ചിരി ആരംഭിച്ചു. എന്റെ സങ്കടം തുടച്ചു മാറി, കാരണം പോയി. അതുപോലെ ശരീരത്തിലും മനസ്സിലുമൊക്കെ വേദന വരുമ്പോൾ പഠിപ്പിച്ചറിയാൻ പറയാം. അതെന്താ അറിയാമോ? ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ. ഇംഗ്ലീഷ് പറഞ്ഞേ, സാരമില്ല എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞേ. ഒന്ന് പറഞ്ഞ വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം പോകാൻ രണ്ട് വാക്ക്, ഗുളിക പോലെ രണ്ട് വാക്ക്. ഒന്ന്, മൈൻഡ് യുവർ ഓൺ. മിണ്ടുന്നില്ല ആളുകൾ. ഒന്ന്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. രണ്ട്, രക്ഷപ്പെട്ടത് തന്നെ. ദൈവങ്ങളെ മനസ്സിന്റെ ഭാഗങ്ങൾ തെറിച്ചു പോകുന്നുള്ള ഒറ്റമൂലികളാണ് ദൈവത്തിൽ ചെയ്യുന്നത്. ഒരിക്കൽ പൗലോസ് വേദനപ്പെട്ടപ്പോൾ കർത്താവ് കാര്യം പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee. എന്റെ കൃപ. ഇന്ന് രാത്രി നീ ആ വാക്യം ഓർത്താൽ കുളിച്ചാകും. വിശ്വാസിയോട് ബലഹീനരായിരിക്കാൻ പോകുന്നതില്ല. എന്റെ കൂട്ടുവിശ്വാസികൾ ഒരൊറ്റ വ്യക്തിയും ബലഹീനരാകയില്ല. ആഹ്ലത്തൊരിക്കുമ്പോ കേൾക്കുന്ന ശബ്ദം അയച്ചു, ഇവിടെ കയറി വരിക. അതാണ് നാലാമത്തെ
not only to John, but also to the church. അതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത്. There comes the point. അതിനുശേഷമുള്ള വിവരങ്ങൾ മഹോദരകാലമാണ്. പക്ഷേ കാലത്ത് അധ്യായം വായിച്ചാൽ സ്വർഗത്തിലോട്ട് കയറിപ്പോയ ആളുകളെ make it as a representation. 24 elders. The first batch is called 24 elders. 24 മൂപ്പന്മാരെ നമ്മൾ കാണുന്നു. സ്വന്തം സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ. ദൈവസിംഹാസനം കണ്ടു കഴിഞ്ഞപ്പോഴേ സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരെ ദൈവം കാണിച്ചു തന്നു. അവരോട് ചുമ്മാ ഇരിക്കുകയാണ്, കുഴപ്പമില്ല. അവർ പാടിപ്പോയെങ്കിൽ അവരാണെന്ന് മനസ്സിലാവും. നമ്മളിനി പിന്മാറ്റത്തിൽ പോയാലും നമ്മുടെ ഭാഷ കേട്ടാ പിടിക്കും ആളുകൾ. ഒരിക്കലേ ഹോസ്പിറ്റൽ സാഹിബിന്റെ സാഹിബിടാനും മുളകെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു ഉപദേശി അമേരിക്കയിൽ നടന്ന ഒരു സുവിശേഷകൻ പിന്നാട്ടി കിട്ടി. അവിടെ ജോലി ഒന്നും കിട്ടാതെ വന്ന് അവസാനം ഈ കടൽ വെള്ളത്തിലോട്ട് ഇറങ്ങി, കടലിന്റെ അഭാഗത്തോട്ട് ഇറങ്ങി നീന്തു പഠിക്കുന്ന ഒരു കുളമുണ്ട്, സ്നാനമുണ്ട്, ഏറിയാവും. ചെറുപ്പക്കാരൊക്കെ അവിടെ ചാടി നീന്തു പഠിക്കുക. നീന്തു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കാനുള്ള ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പന്നിയെ തീറ്റാൻ പോയതുപോലെ തന്നെ ഈ ജോലി കിട്ടി. ഈ കരയ്ക്ക് നോക്കുക. അപ്പോൾ അവിടെ നീന്തി നീന്തി അവിടെ പോകുന്ന കുട്ടികളെ കൈയും കാലം ഒഴിയുമ്പോൾ കൈ പൊക്കി കാണിക്കണം. ഉടനെ ലൈഫ് ബോട്ടുമായിട്ട് ഓടിച്ചത് രക്ഷിക്കണമാണ് എല്ലാവരും ഡ്യൂട്ടി. ഇതേ കരയ്ക്കിരിക്കുമ്പോൾ 10-15 കുട്ടികളെത്തി ആൾ നീന്തി നോക്കിയപ്പോൾ ഒരു കുട്ടി കൈ പൊക്കി. അവിടെ ഉപദേശം കരയ്ക്കുന്നു പറയുകയാണ്, ആ കൈ ഞാൻ കാണുന്നു, ഇനിയും ആരുണ്ട്, ഇനിയും ആരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത കൈ പൊങ്ങിയപ്പോഴേ ഈ കൈ ദൈവം തോക്കണം. ഈ ഉപദേശിച്ച് അവന്റെ സ്വഭാവം വിട്ട് ജീവിക്കാൻ പിന്നെ പറ്റിയില്ല. പത്രോശേഷിനെ തള്ളിപ്പറഞ്ഞ രാത്രി കൊച്ചിനിട്ടത്ത് ഇങ്ങനെ തീജ്വാലയാകുന്നു. കടുപ്പത്ത് വട്ടം കൂടി ഇരിക്കുന്ന കിങ്കരന്മാരുടെ കൂടെ പത്രോസിനും പോയിരുന്നു. ആ വെട്ടത്ത് മുഖത്ത് നോക്കി ഒരു പെൺകുട്ടി പറഞ്ഞു, നീയും? അയ്യോ, ഞാനല്ല, ഇവന് പ്രാഗുവാനും. പിന്നെ ഞാൻ കാണിക്കുന്നില്ല, വൃത്തിയാണ്. ദേവദാസൻ കാണിച്ചാണെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ കാണിച്ചു ആണിടാനും തുടങ്ങി. അവിടെ ഞാൻ കൊച്ചു പറഞ്ഞു കേൾക്കണം, നിന്റെ ഉച്ചാരണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത്. സ്വന്തം ദൈവങ്ങളോ നിങ്ങളെ ഇപ്പം മാറ്റി നിർത്തി തന്നെ 5 മിനിറ്റ് സംസാരിക്കാതെ നിങ്ങളുടെ ഭാഷ ചേർത്ത് പിടിച്ചെടുക്കാൻ രക്ഷിക്കപ്പെട്ട് കുറച്ചായിരുന്നു. ഒന്നെന്നാന്നറിയോ, കുറച്ചേരം സംസാരിക്കാതെ ഈ വിശ്വാസ ഗോളന്തി വന്നു. എന്നാ ഗോളം അത് നമ്മുടെ സാഹിത്യമാണ്, വിശ്വാസ ഗോളം. അതുപോലെ ഈ രാത്രികാലം, അങ്ങനെ കാലമുണ്ടോ? നമ്മുടെ മാസ്റ്റർമാരെല്ലാം ഇച്ചിരി കഴിയുമ്പോൾ കേൾക്കണം. ഈ രാത്രികാലം നിങ്ങൾ തന്നെയാ പറയുന്നത്. എന്റെ അഭിപ്രായം നിർത്തണം. രാത്രി പറഞ്ഞാൽ മതി. ഇനി പറയുന്ന പിള്ളേർക്ക് ആകെപ്പാടെ വിഷമം ഉണ്ടാവും. എനിക്കറിയാം, നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഊതിക്കൊണ്ടല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ട് ഞാനത് കറക്റ്റ് ചെയ്യാം. നമ്മുടെ ഉച്ചാരണം ചിലതൊക്കെ മാറ്റണം. നമ്മുടെ ചില സാഹിത്യം മാറ്റിയെടുക്കണം. നമ്മുടെ ചില ചിന്തകൾ മാറ്റിയെടുക്കണം. You have to be most modern. ഇന്നത്തെ പുരോഗമന സാഹിത്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾ, ഞാൻ നിങ്ങൾ ഓർക്കണം, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഭാഷയ്ക്ക് വയ്യാകെന്ന അത് പ്രവണത സംഭവിക്കുന്നത് ഒരു കാരണവശാലും വ്യാകരണം തെറ്റിച്ചു പറയുകയാണ്. ഒരു സഹോദരനെ പരിചയപ്പെടുത്തുക. കർത്താവിന്റെ ശക്തദാസൻ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കപ്പെടാൻ പോകുകയാണ്. പാസിംഗ് വോയിസ് അടിച്ചു വിട്ടു. അതൊക്കെ നിർത്തണം. ഞാൻ പറഞ്ഞ മനസ്സിലായാലും വിശ്വസിക്കുന്നു. സ്വന്തം എഴുന്നേറ്റ് പ്രകാശിക്കാന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യരുത്. എഴുന്നേറ്റ് പ്രകാശിക്കുന്ന അപ്പാപ്പന്മാര് എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്നാ പ്രകാശിക്കുന്നത്? ഇസ്രായേലിനോട് പറഞ്ഞ ഡയറക്റ്റ് പ്രോഫസി മിസ്അപ്ലൈ ചെയ്ത് മാസയോഗത്തിന്റെ സാക്ഷിയാക്കി തീർക്കുന്നതിന്റെ പേരാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക. ഞാനിങ്ങനെ എഴുന്നേറ്റ് നല്ല പ്രകാശം എന്ന് പറയുന്നപ്പോൾ ഞാൻ ആ ഭാഗം വിട്ടിരിക്കുന്നു. നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം മാത്രമല്ല, അവരുടെ പാട്ട് കേട്ടാൽ നമുക്ക് അവരെ മനസ്സിലാകും. അവർ പാടുന്നത്
King James Version, best translation among the English Bibles. ഏറ്റവും ബെസ്റ്റ്. കുഞ്ഞാട്, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വലോകത്തിലും ഭാഷയിലും ജാതിയിലും വംശത്തിലുള്ളവരായ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർന്നു. ഞങ്ങൾ ഭൂമിയിൽ വാഴുമെന്ന് പുതിയ നാമം പറഞ്ഞു. ട്രാൻസ്ലേഷനകത്ത് അല്പം വിഷമുണ്ടെന്ന് തോന്നും. റിവൈസ്ഡ് വേർഷൻ, NIV, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, റൂദർഹോം ട്രാൻസ്ലേഷൻ, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ, ചുരുക്കി പറഞ്ഞാൽ മോഡേൺ സ്പീച്ച്, മറ്റനേക പരിഭാഷകൾ ഒറ്റ എണ്ണം ഇടാതെ കളക്ട് ചെയ്യുന്ന എനിക്ക് എല്ലാം കൂടെ വായിച്ചപ്പോൾ കിട്ടിയ മനസാക്ഷി പറയാം, this is the best translation, King James Version. Praise the Lord. ആ വേർഷൻ പറയുന്ന അനുസരിച്ചാണ് പോയേക്കാൻ മതി. ചട്ടൊന്നും ഉണ്ടാക്കുന്ന കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു വന്ന് 24 മൂപ്പന്മാരും പാടുകയാണ്. അവിടെ വ്യാഖ്യാനത്തിൽ നല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ദൈവദാസന്മാരുടെ പ്രസംഗത്തിൽ നല്ല വ്യത്യാസവും അല്പം ഉണ്ടെങ്കിൽ പിണങ്ങണ്ട, ഞങ്ങളെല്ലാം അങ്ങേക്ക് ഒന്നിച്ചെത്തും. സ്വന്തം നിങ്ങളവിടെ കണ്ടേച്ചാൽ മതി. ആൾക്കാരെയും പറഞ്ഞ് സഭ ഉണ്ടാക്കരുത്. ദൈവത്തോ സ്വന്തം ആൺകുട്ടിയാറാ പെൺകുട്ടിയാറാൻ മുൻകാണം വെക്കേണ്ട കാര്യമില്ല. You forget about it. Wait for the coming of the Lord. കർത്താവിന്റെ വരവിന്റെ ദൈവങ്ങൾ ഒരുങ്ങൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. 24 മൂപ്പന്മാർ എന്നൊരു സമൂഹത്തെ ബൈബിൾ വ്യക്തമാക്കി കാണിച്ചു. The human society is divided into 4 groups. 4 ഗ്രൂപ്പായിട്ട് മനുഷ്യവർഗം നിലപ്പെടുന്നതാണ് നമ്മുടെ ലെസൺ എന്ന് പറയുന്നത്. ഞാൻ പിന്നാലെ പറയാം, പിന്നെ വിശദീകരിക്കാം. അടുത്ത വിഷയം സാത്താന്യ തൃത്വമാണ്. ഒന്ന് നോക്കണം, മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ, 3 ആളത്വങ്ങളിൽ പൈശാചിക തൃത്വം നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്ത സബ്ജക്റ്റ് ആയിട്ട് നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നത്. Praise the Lord. Praise the Lord. സാത്താന്റെ ആഴങ്ങളെ അറിയണ്ടായോ ദൈവമക്കളെ? അറിയണം. അവന്റെ ആഴങ്ങളെ അറിയണം. അവനുമായി യുദ്ധം പ്രഖ്യാപിക്കണം. അവനുമായി എപ്പോഴും പോരാട്ടത്തിലായിരിക്കണം. Praise the Lord. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ നിന്റെ അരങ്ങും നിന്റെ കാലിലൊക്കെ ഈ ആയുധം ഉണ്ടോ എന്നുള്ളത് എന്റെ ചോദ്യം. ചിലര് ഈ ആയുധങ്ങളെ കുറിച്ച് ശരിക്ക് പ്രസംഗിക്കും, അത് ഒരെണ്ണം കയ്യില്ല. ആയുധം എന്ന് പറഞ്ഞാൽ അരയ്ക്ക് സത്യം കെട്ടി പിന്നെ നീതി എന്താ അവന്റെ ധരിച്ച് സമാധാന സുവിശേഷത്തിനായ ഒരുക്കം എന്നൊക്കെ പ്രസംഗിക്കും. പക്ഷെ ട്രാക്ക് കൊടുക്കാൻ പോലും പോകില്ല. വീട്ടിലൊന്ന് കണ്ടോ നടക്കുക ഈ കർച്ചൻ പറഞ്ഞത്. എന്റെ സുഹൃത്തെ, നിന്റെ പൈസ മുടങ്ങിയിട്ടുണ്ടോ? ആയുധപ്പനെ ഇരിക്കേണ്ടതല്ല, ആയുധം നിന്റെ ദേഹത്ത് തന്നെ ഇരിക്കേണ്ടതാണ്. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും not only the weapons but also the power behind the weapons. ആയുധത്തിന്റെ പുറകിലെ ശക്തികൾ ഉണ്ടായിരിക്കണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സാത്താന്റെ തൃത്വം ദൈവം നല്ലവണ്ണം പഠിക്കേണ്ട ഒരു പാഠമാണെന്ന് വീട്ടിൽ ഓർപ്പിക്കട്ടെ. അടുത്തത് കാവ്യം മതത്തിന്റെ ദുരന്തം. സ്വന്തം 17 വായിച്ചാൽ മർമ്മം മഹതിയാവും വേശ്യമാരുടെയും മേച്ചറുടെയും മാതാവെന്ന് പറയുന്ന വലിയൊരു ദുഷ്ടശക്തി ക്രിസ്ത്യൻ സർക്കിളിൽ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. മണവാട്ടി എടുക്കപ്പെട്ടതിനെ കുറിച്ച് അറിയാതെ വീണ്ടും വേഷം കെട്ടി മണവാട്ടിയാകുവാൻ പരിശ്രമിക്കുമ്പോൾ വെള്ളക്കുതിരയുടെ പുറത്ത് പ്രത്യക്ഷപ്പെട്ട് വേഷപ്രച്ഛന്നനായി വന്നു എതിർ ക്രിസ്തു എന്ന് പറയുന്ന മൂർത്തിയെ സ്വയം ഭരിച്ചുകൊണ്ട് ഈ മഹതിയം ബാബിലോൺ മൃഗം എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റിന്റെ പുറത്ത് എഴുന്നള്ളി 10 മുഴം മൃഗത്തിന്റെ പുറത്ത് ഉപവിഷ്ടയാകുന്നു. ഇവർക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. 7 തലയിൽ 10 കൊമ്പും. ഈ മൃഗം വെള്ളത്തിൽ മുങ്ങി തുടിക്കുന്നതായിട്ടാണ് വെളിപ്പാട് പുസ്തകം 17-13 നമ്മൾ വായിക്കുന്നത്. കടലിൽ നിന്ന് കയറി വന്ന മൃഗം അത് 2 ദാസന്മാർ 2 സാക്ഷികളെ കൊന്നു പിടിക്കുവാൻ അവർ കയറി വരുന്നു. ഈ മൃഗം ലോകത്തിന്റെ ആരംഭം മുതൽ
മനുഷ്യ സമൂഹം കടലിനകത്ത് മുങ്ങിത്തുടിക്കുകയാണ്. അതുകൊണ്ട് കടലെല്ലാം കിടന്നത്. യമനിലെ ബഹളം കഴിയുമ്പോൾ ടോക്കിയോയിൽ ആരംഭിക്കും. ടോക്കിയോയിലെ ബഹളം കഴിയുമ്പോൾ എൽറ്റിയിൽ ആരംഭിക്കും. അവിടുത്തെ കഴിയുമ്പോൾ ബോസ്നിയയിൽ ആരംഭിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവൻ തകിടം മറിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തിയുടെ ശക്തി കേന്ദ്രവും ബ്രെയിനുമാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂപ്പിൽസ്. അവൻ ഭയങ്കര ശക്തനാണ്. ദാനിയേൽ അവനെ കണ്ടത് നിന്ദ്യനായവെന്നാണ്. ദാനിയേൽ കണ്ടത് ഉപായബുദ്ധിയുള്ള രാജാവെന്നാണ്. ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നാണ് ദാനിയേൽ കണ്ടത്. ദാനിയേൽ 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വരുവാനുള്ള പ്രഭു, the coming prince. വില്യം കെല്ലിയുടെ പുസ്തകം വായിക്കുന്നവർക്കറിയാം, the coming prince, വരുവാനുള്ള ഒരു പ്രഭു അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മം മൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. Who is this നാശയോഗ്യൻ? നാശയോഗ്യൻ എന്നുള്ളത് man of sin, രണ്ടാമത് son of perdition. നാശയോഗ്യൻ അധർമ്മമൂർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മൂർത്തിഭാവം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഈ മൂർത്തിഭാവം വന്നു കഴിഞ്ഞാൽ അവൻ ദൈവാലയത്തിൽ കയറുവാൻ പരിശ്രമിക്കുകയാണ്. ഓർക്കണം, ഞാൻ നീട്ടിക്കൊണ്ടാണ് പോകുന്നില്ല. ആ മൂർത്തിഭാവത്തിന്റെ തലയിൽ പുറത്ത് കയറി ഇരിക്കുന്ന ഒരു മത സംവിധാനമുണ്ട്. മതവും രാഷ്ട്രവും കൂടെ ഒരുമിക്കുന്ന ഒരു സമ്മേളനം, അതാണ് 17-ാം അധ്യായം. അതുപോലെ തന്നെ മനുഷ്യന്റെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ അത്യുന്നതയിലെത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാബിലോൺ 18-ാം അധ്യായം 1-2 വർഷമാണ്. പക്ഷേ രണ്ടും നശിക്കുന്നു. The doom, the danger, the destination, all these two powers. അതാണ് 17-ാം അധ്യായങ്ങളിൽ നിങ്ങൾ വായിക്കുന്നത്. ഇത് കഴിയുമ്പോൾ 19-ാം അധ്യായത്തിൽ ഹർമഗദോൻ യുദ്ധം. അത് പ്രസംഗിക്കുന്നില്ല. ആ യുദ്ധം മൂത്തു വരുമ്പോൾ യെരൂശലേം പുറജാതികളുടെ കയ്യിൽ അകപ്പെടും. നഗരത്തിന്റെ പകുതി പിടിക്കപ്പെടും. പകുതി പിടിക്കപ്പെടുകയില്ല. ആ സമയത്ത് ചുഴലിക്കാറ്റിൽ തമ്പുരാൻ ഇറങ്ങി വരും. നിങ്ങൾ വായിച്ചത് അറിയാം. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം വായിച്ചാൽ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ ഇറങ്ങി വരുന്ന ഇവൻ ഏദോമിൽ അവൻ ചവിട്ടുവാൻ കാര്യമുണ്ട്. ഒരു സ്ത്രീ ഓടി രക്ഷപ്പെട്ടത് ഇദൂമിയെ കാണാം. യഹൂദ സഭ, ആ യഹൂദ സഭയെ പിടികൂടുവാൻ പുറപ്പെട്ട വലിയ സൈന്യ സങ്കേതം എല്ലാം അവിടെ വട്ടം വളഞ്ഞിരിക്കുമ്പോഴാണ് തമ്പുരാൻ ചുഴലിക്കാറ്റിൽ വായിക്കുമ്പോൾ കിഴക്കൻ ചുഴലിക്കാറ്റിൽ മടങ്ങി വരുമെന്ന് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഏതോ ഒരു ചവിട്ട് സ്വന്തം കാല് നോക്കി പിന്നെ ചവിട്ടുന്നത് എവിടെയാ? എവിടെയാ? ഇറാഖില. സ്വന്തം ഏതോ ചവിട്ടി, ബസ്രായി ചവിട്ടി, അവന്റെ കാൽ പിന്നെ ചവിട്ടുന്ന യെരൂശലേമിൽ കിടക്കുന്ന ഓലിവെള്ളിയുടെ മുകളിലാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യെരൂശലേമിന്റെ പ്രാന്ത പ്രദേശത്ത് ക്യാമ്പടിച്ചു കിടക്കുന്ന പുറജാതിക ശക്തികളുടെ തമ്പുരാൻ പാദം ചവിട്ടുവാൻ പോകുകയാണ്. കർത്താവിന്റെ രണ്ടാം വരവാണ് വിഷയം. ഹർമഗദോൻ യുദ്ധവും പിന്നെ കർത്താവിന്റെ വരവും. 1000 വർഷം ഭൂമിയെ ശ്രീ യേശു രാജാവ് ഒരു ക്ഷേമരാഷ്ട്രം വാഴുവാൻ പോകുകയാണ്. ആ ക്ഷേമരാഷ്ട്രം വാഴിക്കഴിഞ്ഞാൽ അതുവരെ പിടിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ മഹാസമ്പത്തെ 1000 വർഷം കഴിയുമ്പോൾ അഴിച്ചു വിടുമെന്ന് വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചാൽ കാണാം. ആ സംരംഭം ഗോഗും മാഗോഗും എന്ന് പറയുന്ന 2 വൻകിട ശക്തികളെ നേതാക്കന്മാരെ അഭിഷേകം ചെയ്തുകൊണ്ട് ഈ ഭൂമിയുടെ യുദ്ധം അവർ ഏറ്റെടുക്കുകയാണ്. യെരൂശലേം കേന്ദ്രമാക്കി ഭരിക്കുന്ന രാജാവിനെ ആക്രമിക്കുവാൻ പരിശ്രമിച്ച്
സകല ജാതികളും കൂടെ യെരൂശലേമിനെ വട്ടം വളയുവാൻ പരിശ്രമിക്കുമ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഭൂമി ഒന്ന് പോകും. നമ്മുടെ ലെസന്റെ പേര് എന്താ വരുന്നത്? ഭൂമി എന്താ വരുന്നു? തീയ. ദൈവങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഭൂമി തീയത്തുവാൻ 2-3 സംവിധാനങ്ങളുണ്ട്. ഒന്ന്, ഈ ഭൂമിയെ പുറപ്പിച്ചിരിക്കുന്ന വായുമണ്ഡലം, 500 മൈൽ തിക്നെസ്സുള്ള വായുമണ്ഡലം ഈ ഭൂഗോളത്തെ പുറപ്പിച്ചിരിക്കുകയാണ്. ആ കർത്താവിന്റെ ദിവസമോ കടലെ പോലെ വരും. അന്ന് ആകാശം കൊടുമുടികളോടൊഴുകി പോകും. ഭൂമിയുടെ പണികളും 25 ലക്ഷം ഡിഗ്രി ഫാരൻഹീറ്റിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യഗോളത്തിന്റെ പ്രകാശവും അതിന്റെ ചൂടും ഭൂമിക്ക് നേരെ പതിച്ചാൽ ഭൂമി കത്തിപ്പോകും. അങ്ങനെ കത്തിക്കഴിയുമ്പോൾ അത് ഭൂമിക്ക് അടിയിൽ തീ പുറപ്പെടും. കത്തിക്കഴിയുമ്പോൾ ഇവിടെയുള്ള നിരപ്പ് തീയ അമ്മാമാരെല്ലാം വെടിവെച്ചല്ല തീ എത്തിക്കുന്നു. സ്വന്തം അടുക്കളക്കകത്ത് ഞങ്ങളുടെ കേരളത്തിലൊക്കെ എല്ലാവരും വെടിവെക്കുന്നത് അറിയോ? തീ എത്തിക്കുക. ഗണ്ണുപയോഗിച്ച എല്ലാ വീട്ടിലും ഫ്യൂൽ ഇഷ്ടം പോലുണ്ട്. കത്തിന്റെ പ്രളയമായിരിക്കും ഈ ഭൂമി. ഭൂമി വെത്തുപോകും. പുതിയ അതിനുശേഷം വെള്ളസിംഹാസനത്തിൽ സകല ദുഷ്ടനും മരിച്ചിട്ട് അവരെ വെള്ളസിംഹാസനത്തിൽ നിർത്തിയ ശേഷം നിത്യാഗ്നിയിലെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് തള്ളിയിടും. അത് കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുകയും പുതിയ ഇറങ്ങി വരികയും ചെയ്യുന്നു. അത് വരുന്നതോടുകൂടെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അത് പ്രസംഗിക്കാൻ അവസാനിപ്പിക്കാം. അതിന് മുമ്പായിട്ട് 2-3 മിനിറ്റുകൾ ഈ സമയം കർത്തദാസൻ വിട്ടുകൊടുക്കുക. സ്വന്തം മനസ്സിലായല്ലോ. ഞാൻ അല്പം മുമ്പോട്ട് എടുത്തു. അതുകൊണ്ട് ക്ഷമിക്കണം. ഇപ്പോൾ ചില ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. വലിയ ഗൗരവമുള്ള കാര്യമാണ്. എന്റെ ഈ പ്രോജക്റ്റിന് വേണ്ടി നിങ്ങളോട് ഒരു അഭ്യർത്ഥനയോട് ഞാൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. 12 വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിക്കണം മനോരമയിൽ. നിങ്ങൾ മനസ്സിലായി കാണും. നായനാർ ആദ്യത്തെ ലേഖനം വായിച്ചിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിതൻ ഒരു പയ്യനോട് പറഞ്ഞു, പിന്നെ ആരാണ് ഈ ലേഖനം ഇട്ടത്? ദൈവത്തിന്റെ അച്ചാലാണെന്ന് അവൻ പറഞ്ഞു. എടാ ഞാനത് മുഴുവൻ വായിച്ചു. സ്വതം നമ്മുടെ ബൈബിൾ കൊണ്ടപ്പെടുത്താൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി വായിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. EMS അദ്ദേഹം നമ്മളൊരു ബൈബിൾ കൊണ്ടപ്പെടുത്താൽ വായിക്കില്ല. പക്ഷെ മനോരമയിൽ വന്ന ലേഖനം അവരെല്ലാം വായിച്ചു. സ്വതം വായിച്ചു, കേരളാകരം വായിച്ചു. നമ്മുടെ നാട്ടിലെ എല്ലാ മലയാളികളും വായിച്ചു. ലോകം മുഴുവൻ പോകുന്ന പത്രമാണ്. ആ പത്രത്തിൽ 65 ലക്ഷം ആളുകൾ ഓരോ ദിവസവും വായിക്കുന്ന ഈ പത്രത്തിൽ ദൈവവാർത്ത പ്രസിദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടിയുമാണ് ഉത്തരവാദിത്വം. സ്വതം അത് മനസ്സിലോട്ടൊന്ന് വലിച്ചു നോക്കിക്കാട്ടെ. അതിനെക്കുറിച്ച് വിശദീകരണം പറയുന്നത് പാവത്തൻ സഹോദരനെ ഞാൻ Oh
ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കുറിച്ച് തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
പ്രത്യേകം പറയണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ പ്രോജക്റ്റിൽ ഒരു പൈസ പോലും എന്റെ പേരിൽ എഴുതാൻ പാടില്ല. മലയാള മനോരമാക്കോട്ടെ, അത്ര എഴുതാവുള്ളൂ. ഞാൻ ചെന്ന് വിഷയം മനോരമയുടെ ചീഫ് എഡിറ്ററുമായി സംസാരിച്ച് അവരിൽ നിന്നുള്ള ഫൈനൽ വേർഡ് കിട്ടിയ ശേഷമേ ഇതിലുള്ളൂ, ഇല്ലെങ്കിൽ പൈസ തിരിച്ചു തരും. യാതൊരു സംശയം ഉണ്ടാവുകയും തിരിച്ചു വരും. കാരണം ചിലപ്പോൾ അവരുടെ പോളിസി മാറിയാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതിന്റെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എത്രയാളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നല്ല വിശ്വാസം. ഒരു പൈസയും തന്നില്ലെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. ഈ പ്രോജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് സർവീസ് കാണിച്ചുകൊണ്ടിരിക്കുകയും അത് മതി. ഞാൻ ഇട്ടോളാം, നിങ്ങൾ തന്നു പോകും, എനിക്കറിയാം. അതായത് ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തരും. ചിലപ്പോൾ ഇവിടുത്തെ പത്രത്തിൽ അത് ഇട്ടാൽ ചിലപ്പോൾ ഇനി വന്നില്ലെന്ന് വരും. എന്നോട് ക്ഷമിക്കണം, എന്റെ കുറിച്ചല്ല. നാട്ടിൽ ഏതായാലും വിടും. ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ച് ഒരു പക്ഷേ അവരെ ഡിലീറ്റ് ചെയ്തെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തെന്ന്. അങ്ങനെയാണെങ്കിൽ സഹിക്കണം. നിങ്ങൾക്ക് വായിക്കാൻ ഒത്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കോപ്പി എന്നോട് അയച്ചിടാം, ഏതെങ്കിലും തരത്തിൽ അയച്ചിടാം. സ്വന്തം എല്ലാ സഹകരണത്തിനും പ്രത്യേക നന്ദി. മഹോന്നതകാലം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പറയാം. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങൾ വായിക്കുന്ന കൂടെ വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 10 വരെയുള്ള ഭാഗം വായിച്ചു നോക്കൂ. രണ്ടും കൂടെ യോജിപ്പിക്കുവാൻ ഒരു ബുദ്ധിമുട്ടാവുകയില്ല. That is the parallel reading about the time of the tribulation. Tribulation എന്ന് പറയുന്ന ആ കഷ്ടകാലത്തെ കുറിച്ച് പഠിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ 7 മുദ്രകൾ പൊട്ടിക്കപ്പെടുന്നതിൽ 6 എണ്ണവും പൊട്ടിക്കപ്പെടുകയാണ്. 6 മുദ്രകൾ മൊത്തമുള്ളത് പ്രധാന സംഭവങ്ങൾ 21 സംഭവങ്ങളാണ്. ഒന്ന് 7 മുദ്രകൾ പൊട്ടിക്കപ്പെടണം. മുദ്ര എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്ന രഹസ്യമായിരുന്ന വസ്തുക്കളെ ദൈവം തമ്പുരാൻ വെളിച്ചത്ത് കൊണ്ടിരുന്ന സംഭവം എന്നാണ് അതിന്റെ അർത്ഥം. The mysteries, the seals, സീലുകൾ പൊട്ടിക്കപ്പെടണം. ഒന്ന് വ്യക്തമാക്കാം. 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട തോൽച്ചുള്ള പുസ്തകച്ചുരുളിരിപ്പുണ്ട്. ആ പുസ്തകച്ചുരുളിന്റെ 7 താളുകളും വ്യക്തമാക്കിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആധാര ഗ്രന്ഥം ഇരമ്യാ പ്രവചനം 32-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ തുറന്നിരുന്നതും മുദ്രയിട്ടിരുന്നതുമായ ആധാര പുസ്തകമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന പുസ്തകം ആധാര പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. അകത്തുള്ള എഴുത്തുകൾ ഈ രേഖ വസ്തുവിന്റെ രേഖ സംബന്ധിച്ചുള്ള റെക്കോർഡാണെങ്കിൽ പുറത്തെഴുതിയിരിക്കുന്നത് സാക്ഷികളുടെയും അവരുടെ സാക്ഷ്യങ്ങളുമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ പുസ്തകം ഏറെ കാലം നിൽപ്പാൻ അങ്ങനെ മൺപാത്രത്തിലിട്ട് വയ്ക്കുവാൻ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. 32-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. കൊടുത്തിട്ടുണ്ട്. ഏറെ കാലം നിൽക്കുവാൻ ഈ തോറ്റുള്ള ഒരു മൺകുടത്തിൽ വയ്ക്കുവാൻ ഓർഡർ ഉണ്ടായി. ഇന്ന് എനിക്ക് നിങ്ങൾക്കുള്ള വീണ്ടെടുപ്പ് ദൈവം തമ്പുരാനെ കാണിക്കുന്നതിന് വേണ്ടി രേഖപ്പെടുത്തിക്കുന്നത് ഓർപ്പിക്കട്ടെ. ദൈവങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി 1-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പുള്ള സ്വന്തം 13-ാം വാക്യത്തിലേക്ക് 113 അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്ത് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മഹത്വത്തിന്റെ പുകഴ്ചക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ മുദ്ര മനസ്സിലായത് ഈ മക്കളെ സ്വന്തം എന്തിനാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിരിക്കുന്നത്? 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി. ദൈവമക്കളെ, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചു. ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം വരുന്നു. അതിനുവേണ്ടി
നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഈ മുദ്ര ദൈവം പതിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓർത്താ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയേറ്റവർക്കായി ഞാൻ ദൈവത്തെ ആ മുദ്രയുടെ മറുഭാഗം വീണ്ടെടുപ്പിന്റെ ആധികാരിക രേഖയാണ്. പിതാവായ ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ആ സിംഹാസനത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായുള്ളൂ എന്ന് സ്വർഗത്തിൽ ശക്തമായ ദൂതൻ ഉച്ചസ്വരത്തിൽ പറയുമ്പോൾ യോഹന്നാൻ കാണുന്ന സ്വർഗത്തിൽ, അതെ, ഭൂമിയിൽ നിന്നുള്ള സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട യോഹന്നാൻ പട്ടം നോക്കി ഏതെങ്കിലും ശക്തിയുണ്ടോ ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സ്വർഗത്തിലും ആരെങ്കിലും ഈ പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യനുണ്ടോ എന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ച് കാണാനിട്ട് സ്വർഗത്തിലെത്തിയ യോഹന്നാൻ കരയുവാൻ തുടങ്ങി. സ്വന്തം മൂപ്പന്മാരെടുക്കുന്നത് പറഞ്ഞു, അതൊക്കെ താഴെ, ഇവിടെ വേണ്ട, എവിടെ ഭൂമിയെ കണ്ടോളാം, ഇവിടെ വെച്ചൊന്നും വെണ്ടിപ്പോരുടെ മോങ്ങാനുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞു. സ്വന്തം യോഹന്നാൻ കണ്ടു നോക്കിയപ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ അടക്കപ്പെട്ടൊരു കുഞ്ഞാട് നിൽക്കുന്നു. സ്വന്തം അവന് മനസ്സിലായി ഈ പുസ്തകം വാങ്ങുമ്പോൾ അതിന് മുദ്ര പൊട്ടിപ്പാൽ യോഗ്യനായി ഒരുത്തൻ ജീവിച്ചിരിക്കുന്നത് കുഞ്ഞാട്. നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ വീണ്ടെടുപ്പിന്റെ മുദ്ര പൊട്ടിക്കുന്നവരും നമ്മുടെ വീണ്ടെടുപ്പിന്റെ മുദ്ര ഇടുന്നവരും നമുക്ക് വീണ്ടെടുപ്പിന്റെ മുദ്രയായ ആത്മാവിനെ നൽകുന്നവരും നമ്മുടെ ഈ ജീവനപദ്ധതി ഒഴുകുമോ അടിയേറ്റ് ചെറുപൊട്ടി ഒഴുകുമോ പോലെ വെള്ളം ഒഴുകുമോ സംബന്ധിച്ച യുഗങ്ങളുടെ പാറയാണ് യേശു. അടിക്കപ്പെട്ട പാറയുടെ വെള്ളം ഇന്ന് രാത്രി ദൈവത്തിൽ ഓർക്കണം. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ കാരണക്കാരൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവങ്ങളുടെ കാര്യം ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഈ കുഞ്ഞാട് മുദ്ര പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. സ്വന്തം മുദ്രയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഈ പുസ്തകത്തിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കി. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അതുപോലെ തന്നെ ഏഴാമതായി പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവത്തെ അനുഭവത്തെ ലോകത്തെ സ്നേഹിച്ചു പുറത്തെഴുതിയിരിക്കുക. എന്നാൽ ഈ ചുരുളിന്റെ സൈഡിൽ കൂടെ ഒന്ന് നോക്കി. ആറാമത്തെ ഒന്നാക്കില്ല മുദ്ര പൊട്ടിച്ചില്ല. ഇതൊരു മുദ്ര പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കുന്നതിന് മുമ്പേ മിടുക്കന്മാർക്ക് ഇല്ലാതെ ഉളിച്ച് നോക്കാൻ അറിയാം. ഞാൻ അത്രേ കണ്ടുള്ളൂ. സ്വന്തം മനസ്സിലായിരുന്നു. ഈ മുദ്ര പൊട്ടി ഈ പുസ്തകം മുദ്രയിരിക്കുക റോള ഈ താഴെ ഓരോന്ന് മുദ്ര പതിപ്പിച്ച് പശ വെച്ച് മുദ്ര വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് വിടർത്തിയാൽ അകത്തെ വസ്തുത വായിക്കാം. പക്ഷേ ഇപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്ക് വായിക്കാം. കാരണം ഈ രണ്ടു വശവും തുറന്നായിരിക്കും അല്ലേ? മുദ്രയിട്ടതും തുറന്നിരിക്കുന്നതുമായ പുസ്തകം ഇരമ്യാപ്രവചനം വായിച്ചറിയാം. മുദ്രയിട്ടിരിക്കുന്നതും ഈ ദൈവത്തിന്റെ മുദ്ര. ദൈവത്തിന്റെ രണ്ടാമത്തെ കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അറിയാം, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനത്തെ വരേണ്ടത് ഈ നിശ്ചയം ഞങ്ങൾക്ക് മുൻപാകെ വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ ശരീരത്തെ പിടിച്ച് കുലുക്കി അന്ന് ശക്തീകരിച്ച് ചിലർക്ക് കിട്ടുന്ന ചുമ്മാ ഇരിക്കുമ്പോ കിട്ടുക അനങ്ങിയത് അന്നേരം കിട്ടിക്കഴിഞ്ഞു. എനിക്കങ്ങനെയല്ല, എന്നെ നേരത്തെ ഉരുട്ടി വെച്ചാണ് അന്ന്. അത്യന്ത ശക്തി. എനിക്ക് ശക്തി ഇലക്ട്രിസിറ്റി ആണെന്ന് മനസ്സിലായത് ഷോക്ക് അടിച്ചപ്പോഴാണ്. ദൈവാത്മാവ് ശക്തിയാണെന്ന് എന്റെ പൊന്നു ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാകണമെങ്കിൽ എനിക്ക് ഷോക്ക് ഉണ്ടാകണം. ആ ശക്തി നിങ്ങളുടെ കുറെ എക്സ്റ്റേണൽ പവർ ഉണ്ട്. നിങ്ങളുടെ ഇന്റേണൽ പവറിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്ന ദിവസമുണ്ട്. അതിനെ അഭിഷേകം ഞങ്ങൾ അങ്ങനെ പ്രാപിച്ചോടെ കഴിയുന്നില്ല. ഇത്രയും പേര് അഭിഷേകം പ്രാപിച്ചിട്ടാണോ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു. ഈ വലിയ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. മിസ്റ്ററീസ്, മർമ്മങ്ങൾ കാണാനുള്ള കാഴ്ചപ്പാടുകൂടെ തരികയാണ്. ഇതിലൂടെ ഒളിഞ്ഞു നോക്കി ഇങ്ങനെ അങ്ങോട്ട് ഈ വിടവിക്കോ നോക്കിയപ്പോൾ ഒന്നാമത്തെ നോക്കിയത് നീ വരിക എന്ന 4 ഒന്നാമത്തെ വായിക്കേ.
കുഞ്ഞാടെ മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ കുഞ്ഞാടെ മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരികയെന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവരുടെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവരായും വെള്ളക്കുതിരപ്പെട്ടു വരുന്ന ആരാ? ഒത്തിരി ദൈവദാസന്മാർ പ്രസംഗിച്ചു പോയത് കൊണ്ട് ആരും മിണ്ടുന്നില്ല, തന്ത്രപരമായിട്ട് മിണ്ടാതിരിക്കുന്നു. എനിക്ക് പുതിയ ഐഡിയ ഒന്നും കേൾപ്പിക്കാനില്ല. ലിസൺ വെരി കെയർഫുള്ളി. യു ഹാവ് ടു യൂസ് യുവർ ലോജിക്. നിങ്ങളുടെ ലോജിക് ഉപയോഗിക്കണം. മുദ്ര പൊട്ടിച്ചതാരാ? മഹത്വേ കുഞ്ഞാട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരുന്നത് കുഞ്ഞാടാണോ? അവിടെ രസം. ഇവരെ കിരീടമുണ്ട്, കയ്യിലൊരു വില്ലുണ്ട്, പക്ഷെ അമ്പില്ല. സ്വന്തം അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരിക. അതുകൊണ്ട് യേശു ആകയില്ല. ദൈവങ്ങൾ ഓർക്കണം, യേശുവാണെന്ന് കഴിപ്പിക്കുവാൻ വരുന്ന ആന്റി ക്രൈസ്റ്റ് ആണ് വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന വ്യക്തി. മഹോപദ്രവകാലം ആരംഭിച്ചു കഴിഞ്ഞു. സ്വന്തം നിങ്ങളുടെ ഈ ട്രിബുലേഷൻ അവറിനെ കുറിച്ചുള്ളൊരു ഫിലിം നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞില്ല. എനിക്ക് ആ ഫിലിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പക്ഷെ നാടകം പോലെ കാണിക്കുന്നതുകൊണ്ട് രാജ്യത്തെ ചില ഭാഗങ്ങൾ വളരെ മനപ്രയാസം തോന്നും. എന്നാൽ അതിനകത്ത് 1-2 ഇൻസിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. നല്ല ഭക്തനായ ദൈവദാസൻ ഫിലിമാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ചാണ് കാണുന്നത്. നല്ല ദൈവദാസൻ. അദ്ദേഹം രാവിലെ ബാത്റൂമിലോട്ട് കയറി ഇവിടെ എല്ലാം ഇങ്ങനെ പതയൊക്കെ തേച്ച് ഷേവ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ദൈവദാസി കട്ടിലേക്ക് കിടക്കുക. പെട്ടെന്ന് ഏതോ ഒരു ശബ്ദം തോന്നി. ദൈവദാസി ചാടി എഴുന്നേറ്റു. എന്നാണെന്നറിയാൻ വയ്യാതെ ഏതാണ്ടൊക്കെ അനൗൺസ്മെന്റ്സ് റേഡിയോയിൽ കേൾക്കുന്നു. അറിയാതെ ചാടി അവർ എഴുന്നേറ്റു. നേരെ നോക്കിയപ്പോ ദൈവദാസനെ കണ്ടില്ല. കണ്ടു കാണും. എല്ലാ ഭാഗവും ഞാൻ പറയുന്നില്ല, പോട്ടെ. നോക്കിയപ്പോ റൈസർ നാളെ കിടപ്പുണ്ട്, കുറെ പതയം കിടപ്പുണ്ട്. ദൈവദാസനെ കണ്ടില്ല. സ്വതന്ത്രം. അങ്ങോട്ട് ദൈവദാസി എഴുന്നേറ്റിരുന്ന് അവിടെ കണ്ടു നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഷേർലി ഇങ്ങോട്ട് കയറി വരുന്നു. കൂട്ടുകാരി അവളോട് സംസാരിക്കുവാനായിട്ട് എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോഴേ സംഭവം. അതിനു മുമ്പ് ഈ ദൈവദാസി ടെലിഫോൺ പിടിച്ചുകൊണ്ട് വെല്ലുവിളിച്ചോട് സംസാരിക്കുക. അവള് ഗ്രാൻഡ് മദറിനോട് സംസാരിക്കുകയാണ്. ഗ്രാൻഡ് ഹൗ ആർ യു എന്നൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ ശബ്ദം കേൾക്കുന്നില്ല. ഇതെന്താണെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് നോക്കിയത്. ഉടനെ ചാടി എഴുന്നേറ്റ് നോക്കി ഷേർലി എന്ത് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ കയറി നിന്ന് കണ്ടുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓടിച്ചു നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. അവളെ ഇവിടുത്തെ കുറെ വസ്ത്രം അവിടെ കിടപ്പുണ്ട്. ഉടനെ ഓടി വല്യമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ വല്യമ്മയെ കാണാനില്ല. ആ വല്യമ്മച്ചും പോയി. സ്വന്തം ദൈവങ്ങളെ ഇതുപോലെ ആയിരിക്കും കാഹളം ധ്വനിക്കുന്ന അകത്ത് ബഹളം. എത്ര വണ്ടി കൂട്ടിയിരിക്കുമെന്ന് ഓർത്തോണം. സ്വന്തം പ്ലെയിൻ പറപ്പിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അവരങ്ങ് പോയി കഴിഞ്ഞാൽ പ്ലെയിൻ എന്ത് സംഭവിക്കുന്നു ഓർത്തോണം. ഞാൻ ഈ ഫിലിം കണ്ടപ്പോൾ ദൈവത്തെ അധികം സ്തുതിച്ചിരിക്കും. വളരെ ഇഷ്ടപ്പെട്ടു. ഭാവനയിൽ അത് കാണിച്ചതാണ്. അതുപോലെ ആയിരിക്കും സംഭവം. എങ്കിലും ദൈവങ്ങൾ ഒരു കാര്യം ഓർക്കണം, എന്തോ ചിലത് സംഭവിക്കും, നിശ്ചയമായി സംഭവിക്കും. സംഭവിച്ചിട്ടില്ലാത്തത് പിന്നിലെ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞു. ഒന്നാമത്തെ വെള്ളക്കുതിര, രണ്ടാമത്തെ ചുവന്ന കുതിര, മൂന്നാമത്തെ കറുത്ത കുതിര, നാലാമത്തെ മഞ്ഞക്കുതിര. അതിന്റെ 4 കുതിരകളെ നമുക്ക് കാണാം. ഒന്നാമത്തത് ആ ആന്റിക്രൈസ്റ്റിന്റെ ക്രിസ്തുവിന്റെ വേഷപ്രച്ഛനായുള്ള വേഷമാണ്. ഒന്നാമത്തത് മത്തായി സുവിശേഷം 24-5 വായിക്കുമ്പോൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വന്ന് എന്റെ പേരെടുത്ത് അനേകരെ തെറ്റിക്കുമെന്ന് യേശു പറഞ്ഞു. ആന്റിക്രൈസ്റ്റ് വേഷപ്രച്ഛനായി വെളിപ്പെടുന്നതാണ് ഒന്നാമത്തെ മുദ്ര. അതിന് തുല്യമായ ഭാഗം മത്തായി 24 നിങ്ങൾക്ക് വായിക്കാൻ കഴിയും, സമയമില്ല. രണ്ടാമത്തത് യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കുമ്പോൾ യേശു പറഞ്ഞു, വലിയ വാൾ കിട്ടി ചുവന്ന മുദ്ര പതിച്ചിരിക്കുന്നവരുടെ കയ്യിൽ അവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ, ഭൂമിയിൽ സമാധാനം എടുത്ത് കളയുവാൻ അധികാരം ലഭിച്ചു വായിക്കുന്നു. ചുവന്ന കുതിര യുദ്ധത്തെ കുറിക്കുന്നു. മൂന്നാമത്തത് അത് ശാപവും ഭൂകമ്പവും ഉണ്ടാകും യേശു പറഞ്ഞു. തുലാസിൽ
അതെ ആ യവവും കോപവും വില കുറച്ച് വില കൂട്ടിയിരിക്കുന്ന സംഭവത്തെ വ്യക്തമാക്കി കാണിക്കുന്ന വലിയ ഒരു ക്ഷാമമാണ് മൂന്നാമത്തെ കുതിര. നാലാമത്തെ കുതിര മഹാമാരി കൊണ്ടും ക്ഷാമം കൊണ്ടും യുദ്ധം കൊണ്ടും കൊല ചെയ്യപ്പെട്ട ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കാണിക്കുന്ന മൃത്യുവാണ്, മരണമാണ് മഞ്ഞക്കുതിര. ഇംഗ്ലീഷിൽ വായിച്ചാൽ പെയിൻ ഹോഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മൃഗലിച്ച മരണത്തിന്റെ മൃഗലിക്കപ്പെട്ട നിറം എന്നാണ് ഇതിന്റെ അർത്ഥം. മഞ്ഞക്കുതിര, പെയിൻ ഹോഴ്സ്. അഞ്ചാമത്തത് യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ അനേകം നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ കൊല്ലിക്കുകയും ചെയ്യുമെന്ന്. ദൈവങ്ങളാക്കണം. അഞ്ചാമത്തെ മുദ്ര വായിച്ചത് പ്ലീസ് വായിച്ചേ. അഞ്ചാമത്തെ പൊട്ടിച്ചപ്പോൾ അഞ്ചാമത്തെ യേശുവാണ് പൊട്ടിക്കുന്നത്. അഞ്ചാമത്തെ പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവര് ഉറക്കെ വിളിച്ചു. അപ്പോൾ അവർ ഓരോരുത്തരും വെള്ളം നിലയ്ക്ക് കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹോദരന്മാരും സഹോദരന്മാരും വന്ന് തെളിയുമ്പോഴും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ ഇംഗ്ലീഷിയാം. ഒന്നാമത്തെ 24 മൂപ്പന്മാരാണെന്ന് ഞാൻ പറഞ്ഞു. ബൈബിൾ ക്ലാസ്സിൽ അത് സമർത്ഥിക്കുവാൻ നമുക്ക് വേണ്ട സമയം പിന്നാലെ എടുക്കാം. ഇപ്പോൾ സാധ്യമല്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് രക്തസാക്ഷികൾ. മഹോന്നതകാലത്തിലെ രക്തസാക്ഷികൾ സെക്കൻഡ് ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. 4 ഗ്രൂപ്പായി തിരിയുമെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഗ്രൂപ്പ് രക്തസാക്ഷികളാണ്. ഇപ്പോൾ രക്തസാക്ഷികൾ യേശുവിന്റെ സാക്ഷ്യം നിമിത്തം തലചേരിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വർഗസിംഹാസനത്തിന് കീഴിൽ യാഗപീഠത്തിന്റെ കീഴിൽ അവരെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്റ്റോറി. ആ രക്തസാക്ഷികൾ ആരാണെന്ന് ചോദിച്ചാലോ നിങ്ങൾ ആത്മസമയം ചിന്തിക്കണം. എനിക്ക് തോന്നുന്നത് കൊട്ടിയും പാടിയും ഒക്കെ ഇത് വലിയ അനുമതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ട് കാണും, പക്ഷേ സ്നാനപ്പെട്ടില്ല. സ്നാനപ്പെട്ട് കാണും, പക്ഷേ ആത്മനിർവ്വം പ്രാപിച്ച് കാണിക്കില്ല. അതും കിട്ടി കാണും, പക്ഷേ വേർപെട്ട് കാണിക്കില്ല. അതും ചെയ്ത് കാണും, പക്ഷെ അപ്പോസ്തല ഉപദേശവും കൂട്ടായ്മയൊന്നും നടത്തി കാണിക്കില്ല. അതൊക്കെ ചെയ്ത് കാണും, പക്ഷേ ജിമ്മി സ്വാഗതത്തിന്റെ കൂട്ട് ഒരു ദിവസം പിടിച്ചു കാണും. ആളെ പിടിക്കപ്പെട്ട് കാണും, പുറത്തുപോയി. അതുപോലെ ജിന്തേക്കറെ പോലെ കള്ളക്കണക്കിൽ പിടിച്ച് 140 വർഷത്തേക്ക് ജയിലിട്ട് കാണും. എന്റെ പൊന്നു സുഹൃത്തെ, ചാട്ടത്തിൽ പിഴയ്ക്കാതെ ആത്മവിശ്വാസം അവസാനത്തോളം കാത്തുകൊള്ളുവാൻ ദൈവാത്മാവ് നിന്നെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വെളിച്ചമില്ലായ എത്രയധികം നിങ്ങൾ ഞാനും മണവട്ടിയാകുവാനോട് സ്വർഗം പ്രതീക്ഷിക്കുന്നത് നോക്കണം. ഒരു വ്യക്തിയും തികഞ്ഞില്ലാതെ കൊണ്ട് ചെല്ലുകയില്ല. എപ്പോഴെങ്കിലും 12-ാം അധ്യായം വായിച്ചാൽ നമുക്ക് വായിക്കുന്നത് സിദ്ധന്മാരായ ആത്മാക്കൾ എന്നുള്ളതിന് പേര് വിശുദ്ധന്മാരെ കർത്താവിന്റെ മണവട്ടി പദത്തിൽ എത്തിച്ചേരുന്ന ആളുകള് ഉപദേശത്തിലും ജീവിതത്തിലും പൂർണ്ണരായിരിക്കണം. ഒറ്റ ഉപദേശത്തിൽ ഉഴപ്പന്റെ ദൈവത്തെ ഓർത്ത് സുഹൃത്തെ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ഞങ്ങൾ ആരെയും നിർബന്ധിക്കാറില്ല. സന്തോഷത്തോടെ ദൈവം വായിച്ചു നോക്ക്. നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് എന്ത് ചെയ്യണമെന്ന് ദൈവം കാണിച്ചു തരും. ആരുടെയും ഉപദേശം കേൾക്കണ്ട. തിരുവനന്തപുരം വായിച്ചു നോക്കൂ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ സുഹൃത്തെ, പൗലോസിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന ക്രിസ്തു എന്നാൽ ഏക പുരുഷന് നിങ്ങളെ ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. സർപ്പവുമായ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വശമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്ക് രാത്രി ക്രിസ്തുവിനെ ഏകാഗ്രപ്പെടാം. കാരണം ഊതിയിട്ടെടുക്കപ്പെട്ടില്ലെങ്കിലുണ്ടല്ലോ അന്നേരം തമ്പേരടിക്കാൻ കുറെ പേര് കാണും. പോയി തമ്പാൽ കൊണ്ടാലും പിന്നെ നമുക്കെല്ലാവരും ആത്മാവിൽ അയക്കുക എന്നൊക്കെ പറയാൻ കുറെ പേര് കാണും. പക്ഷെ ഏതിന്റെ കാശയായിരിക്കും കേട്ടോ. 666 പള്ളിപ്പുറത്തും പൊട്ടിച്ചു വെക്കും. ഓർമ്മയിരിക്കണം, 666 നെറ്റിയിൽ കൈവേലും 666 നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സമയങ്ങളിൽ നിന്റെ ആരാധനയ്ക്ക് റിസ്ട്രിക്ഷൻ ഉണ്ടാകും. എന്റെ പൊന്നുകുഞ്ഞെ, ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ
രക്ഷാദിവസം ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ വലിയ രക്ഷയുടെ പങ്കാളിത്തത്തിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. ഞാൻ അത്രയും ആയിട്ടില്ലെന്ന് തോന്നുന്നവരെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ മുമ്പോട്ട് വരണം. ഞങ്ങൾ തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിനക്ക് തലേ തൊട്ടെങ്കിലേ പോകുള്ളൂ. ചില ചില ഗ്രാമ തൊട്ട് പ്രാർത്ഥിച്ചെങ്കിലേ പോകുള്ളൂ. മാത്രമല്ല എഴുതി വന്നെങ്കിലേ നിനക്കൊന്ന് ഫ്രീ ആകാനുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയക്കുറവുകൊണ്ട് വേഗം അവസാനിപ്പിക്കട്ടെ. സുഹൃത്തെ, നമ്മൾ പറഞ്ഞ സമയമായി. ഇനി മുതലുള്ളത് അധികപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ, ഞാനങ്ങ് ക്ഷമിക്കാൻ ഒരു രക്ഷയില്ല. നിങ്ങൾ അല്പസമയം കൂടി ഇരിക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് എനിക്ക് ഒരിക്കലും സമയം തികയില്ല എന്നും ചോദിച്ചാൽ കുന്നിക്കാരുടെ വണ്ടിയിൽ അനുസരിച്ച് വണ്ടിയുണ്ട് കുമ്പനാട്ടോട് കൂടുന്നത്. എബ്രോന്റെ പണിക്ക് ചവിട്ടിയെങ്കിലേ എലീമിന്റെ പണിക്ക് നിൽക്കുള്ളൂ. അതുപോലെ 10-60 വർഷം ഓടി ഈ വണ്ടിയെ ചവിട്ടിയാൽ നിൽക്കുന്നില്ല, അത് പോകുക. അതുകൊണ്ട് ക്ഷമിക്കണം. നിങ്ങളുടെ നാളെ അല്പം കൂടെ ലേറ്റായിട്ട് എഴുന്നേറ്റാണ്, ഒരു കുഴപ്പമില്ല. സ്വല്പം കൂടെ കിടന്നുകൊണ്ടാൽ മതി. ജോലിക്ക് പോകണം, കുഴപ്പമില്ല. എന്നാൽ ഇന്നത്തെ യോഗം അനുഗ്രഹമാക്കി തീർക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ കണ്ണിൽ എന്തുമാത്രം ഉണ്ടെന്ന് സ്വർഗം കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ യോഗത്തിൽ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരിന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് മടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയോർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കൃപായുഗം തീരുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ആളുകളും മഹോപദ്രവകാലത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഓർമ്മിക്കണം, അങ്ങനെ സംഭവിച്ചാൽ നീ ഭൂമിയിൽ കൈയിടപ്പെട്ട് കിടന്നാൽ നീ അനുഭവിക്കുവാൻ പോകുന്ന ദുഷ്ടതകൾ, പ്രയാസങ്ങൾ, വേദനകൾ ചിലരെല്ലാം നോക്കണം. ഭയത്തോടെ നോക്കി പ്രത്യേക ബൗണ്ടറിയിലെത്തിരിക്കുന്ന നമുക്ക് ഉത്സാഹത്തോടെ നിൽക്കാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ട് നിങ്ങൾ ഓർക്കുമല്ലോ. കേൾക്കാറായി വേറെ ഒന്നുകൂടെ പാടി അവർക്കായ പ്രസ്ഥാനം ഉണ്ടാക്കിയ അനേക പാട്ടുകൾ ഞാൻ മൂളിപ്പാടിയാണ് എന്റെ ജീവനം കഴിക്കുന്നത്. സ്വർഗീയന്മാർക്ക് പുരിയിൽ ആശീർവാദമുള്ളവാ സൗഭാഗ്യങ്ങൾ അപ്പുറേ ഞാൻ കാണുന്നു. മുത്താനായ ഒരു കൊതി വേണം. മഹോപദ്രവകാലം ആരംഭിച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ ഈ പാട്ടും കൊണ്ടുപോകുന്നത് നടക്കില്ല. ഇവിടെ കിടക്കുന്നത് ആരും കിടക്കലെന്ന് പറയാൻ ആരും 2-3 മിനിറ്റ് എടുത്തത്. നിങ്ങൾ ഞാൻ ഇപ്പോഴാണ് സുപ്രസാദകാലം ഇപ്പോഴാകുന്നു. വലിയൊരു ഡിസിഷൻ അവർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നോക്കണം, രക്തസാക്ഷികളായിട്ട് മരിക്കുന്ന നല്ലൊരു ഗണം. ഇവരെ കുറിച്ച് 4 റെഫറൻസ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുവാനുണ്ട്. നമ്പർ 1, യേശുവിന്റെ സാക്ഷ്യവും പറഞ്ഞ സാക്ഷ്യം ഹേതുവായിട്ട്
തലച്ചേരിക്കപ്പെടുന്നവരുടെ ആത്മാക്കൾ എന്നൊക്കെ വായിക്കുന്നത് ആ മഹോപദ്രവകാലത്തിലും നീതിമാന്മാരായിട്ട് പാർക്കുന്ന പല ആളുകളും യേശുവിൽ മരിക്കുവാൻ തയ്യാറെടുക്കും. നിങ്ങൾക്ക് അവരെ 7-ാം അധ്യായത്തിൽ 2-ാം പാരഗ്രാഫ് നോക്കിയാൽ ക്വിക്കാക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 2-ാം പാരഗ്രാഫ്. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ളവരെയും ധരിച്ച് സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ട് നിന്നു. അവര് സ്വർഗത്തിൽ എത്തിയവരുടെ സംഖ്യ വലുതായി. ഇനിയും അനേകം കൊല്ലപ്പെടാനുണ്ട്. അവരുടെ വന്നു തികയുമ്പോഴും അല്പകാലം അടങ്ങിപ്പാർക്കുവാൻ, അത് സൗമ്യമായി ഇരിക്കുവാൻ ദൈവം ഓർപ്പിച്ച ആ വിഭാഗത്തിൽ വലിയൊരു സംഘം എത്തിച്ചേർന്ന് കഴിഞ്ഞു. മഹോപദ്രവകാലത്തിലാണെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി തല കൊടുക്കേണ്ടി വന്നാലും അവനിലുള്ള ദൈവത്തിന്റെ രക്ഷാ പ്രവൃത്തി നിലനിൽക്കുന്നു എന്ന് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. നേരം എടുത്തപ്പോഴത്തേക്ക് വിശുദ്ധന്മാരെല്ലാം പോയി, പാസ്റ്ററും പോയി, സെക്രട്ടറിയും പോയി, കേട്ടോ, സെക്രട്ടറിയും പോയി, വിശ്വാസികളെല്ലാം പോയി. നീ മിച്ചം കിടക്കുകയാണെങ്കിൽ എന്റെ ഈ വാക്യം ഓർത്തോണേ. സ്വതം സ്വതം തല കൊടുത്താലും പോകാൻ നോക്കിക്കോണം. സ്വതം സ്വതം മനസ്സിലായോ? നല്ലപോലെ ഓർക്കണം. രക്തസാക്ഷികളായിട്ട് മരിക്കുന്ന ഒരു വലിയ സംഖ്യ ആന്റി ക്രൈസ്റ്റിന്റെ വാളിനാൽ, മൃഗത്തിന്റെ വാളിനാൽ അവർ കൊല്ലപ്പെടുകയാണ്. 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വന്നിങ്ങനെ 15th chapter verse 2 ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ. പേരിന്റെ സംഖ്യ എത്രയാ? പേരിന്റെ സംഖ്യ എവിടെ ചെന്നാലും ഇതിന് കാണാം. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ അതായിട്ട് ജപ്പാനിലെ മിക്ക കമ്പനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ പേറ്റന്റ് എന്താ? 666. പ്രസൻസിൽ പണിതുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കമ്പ്യൂട്ടർ, the largest computer ever produced. ആ കമ്പ്യൂട്ടറിന്റെ പേര് ബീസ്റ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ആ കമ്പ്യൂട്ടറിന്റെ കോഡ് നമ്പർ, അതിന്റെ ഫ്രീക്വൻസി പവർ 666. ലോകം മുഴുവൻ 666 അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മൾ പോയാൽ മതി. സ്വന്തം തീരുമാനമെടുക്കും. പുള്ളിയൊക്കെ പോകാൻ തീരുമാനത്തിന് ശക്തിയോടെ പിരിഞ്ഞു പോകാൻ. ദൈവത്തിന്റെ വീടുകൾ പിടിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ വീടുകൾ പിടിച്ചുകൊണ്ട് പടക്കുകളുടെ മുമ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും സ്വർഗത്തിലെത്തിയ ഈ കൊല ചെയ്യപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കളുടെ സ്വർഗത്തിൽ പാടാൻ മുമ്പേ നിലവിളിക്കുകയാണ്. ഇപ്പോഴോ അവരുടെ കയ്യിൽ വീണ പിടിച്ചുകൊണ്ട് പാടുന്നു. നോക്കാം പാട്ട്. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അത്ഭുതകരമായവ, സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. കർത്താവേ, ആർക്കുന്ന നാമത്തെ ഭയപ്പെടാതെ മഹത്വപ്പെടുത്താതെ ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ ഈ സ്വർഗത്തിലേക്ക് കൊല ചെയ്യപ്പെട്ട് പോയിരിക്കുന്ന വീണ്ടെടുക്ക രക്തസാക്ഷികളുടെ ജ്ഞാനമാണ് നിങ്ങൾ കേൾക്കുന്നത്. 4ാമത്തെ റഫറൻസ് അവരെ നമുക്ക് കാണാം. 20-ാമത്തെ അധ്യായം 4-ാം വാക്യം ഉപയോഗിക്കുന്നത് കണ്ടു. അവയിരിക്കുന്നവർക്ക് ന്യായവിധികൾ എഴുതാൻ കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും ജീവിതവും തലചരിക്കപ്പെട്ടവരും മൃഗത്തെ പ്രതിമയോ
നെറ്റിയിലെ കൈകാര്യം മുദ്ര കൈക്കൊള്ളാവുന്നതുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ക്രിസ്തുവിനോട് കൂടെ കാണും. എങ്ങനെ നോക്കേ ആ ഗ്രൂപ്പിനെ തമ്പുരാൻ കാണിക്കുന്നത് കർത്താവിന്റെ കൂടെ വാഴുന്നതിനുള്ള അധിപന്മാരായിട്ടാണ്. ഈ രക്തസാക്ഷികൾക്കും വാഴാൻ അധികാരമുണ്ട്. ആ രണ്ടാമത്തെ ഗ്രൂപ്പ് 1:24 മൂപ്പന്മാർ, മനുഷ്യവർഗം 4ആയി തിരിക്കപ്പെട്ടു. 24 മൂപ്പന്മാർ, രക്തസാക്ഷികളായി എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 1-ാം വാക്യം അതിന്റെ ശേഷം ഭൂമിയിലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റുകൂടാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും നേടിവെക്കുവാൻ അധികാരം തെളിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ മഹാപുത്രകാലം ആരംഭിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ദാസന്മാർക്ക് എന്താ അനുഭവം കുറെ പേരുണ്ടെങ്കിൽ അവരുടെ നെറ്റിക്ക് പറഞ്ഞേ ഇവൻ ചുമ്മാ ഇരിക്കുന്നു. എന്റെ സഹോദര, ഒരു കുഴപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, വേറെ ഒരു വ്യാഖ്യാനം പറഞ്ഞില്ല. ഓക്കെ, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിക്ക് ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000. എല്ലാവർക്കും മനസ്സിലായല്ലോ? 144,000 മുദ്രയിടപ്പെട്ടവർ ആരാണ്? ഇസ്രായേൽ ഗോത്രം. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയാൻ നല്ല തെളിവുള്ളവർ, യോഗം കഴിഞ്ഞ് തെളിവുള്ളവർ, ഞാൻ ഇസ്രായേൽ ഗോത്രക്കാരനാണെന്ന് പറയാൻ ധൈര്യമുള്ളവർ, ഇസ്രായേലാണ്, ഞാൻ ഒറിജിനൽ ഇസ്രായേലാണെന്ന് പറയാൻ ധൈര്യമുള്ളവർ കൈ ഉയർത്തിക്കാൻ. സ്തോത്രം. അപ്പൊ നമ്മൾ അല്ലെന്ന് മനസ്സിലായോ അവര്? സ്തോത്രം. അതതിന്റെ ലോജിക്. ദാറ്റ് ഈസ് ദ ലോജിക്. നമ്പർ 1. ഇനി കണ്ടോ, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് 10,000 വീതം 1,44,000, അതായത് 144,000 യഹൂദ മുദ്രന്മാർ മുദ്രയിടപ്പെട്ടതാണ് നമ്മൾ വായിക്കുന്നത്. സ്വന്തം ഇവരെ രണ്ടാമത് കാണുന്നത് 14-ാം അധ്യായം വായിച്ചു. കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. നമ്മൾ കേട്ടല്ലോ, ഇവരെ ഭൂമിയിൽ മുദ്രയിടപ്പെട്ട് കണ്ടു. ഇപ്പോൾ നമ്മൾ അവരെ കാണുന്ന സ്വർഗസിയോനിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നതായിട്ടാണ്. സ്വന്തം പെരുവെള്ളത്തിന്റെ പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം അവർ സിംഹാസനത്തിലും 4 മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഞങ്ങളെ മൂപ്പന്മാരോട് എത്തിയ കാര്യം മറക്കല്ലേ, അവർ നേരത്തെ എത്തി. പിന്നെ അവർ സിംഹാസനത്തിൽ ഇരിക്കുന്ന വായിക്കുന്ന 24 മൂപ്പന്മാരും 24 സിംഹാസനത്തിലാണ്. 4-5 അധ്യായം വെട്ടിപ്പോയി വായിച്ചാൽ മതി. ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്ന ആരാണെന്ന് 3-ാം അധ്യായത്തിൽ ഒടുവിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ജയിക്കുന്നവനെ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ കർത്താവിനോടുകൂടെ ജീവിച്ച് ലോകത്തെ ജയിച്ച്, ശത്രുവിനെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, ഇടത്തൂടുകളെ ജയിച്ച്, പൈശാചിനെ ജയിച്ച്, പാപത്തെ ജയിച്ച്, രോഗത്തെ ജയിച്ച്, ജയാലിയോ കയറി വരുന്ന വിശുദ്ധന്മാരെ ദൈവസിംഹാസനത്തിന്റെ ചേർത്തിരിക്കുന്ന സിംഹാസനത്തെ തന്നെ ആയിരിക്കുന്നത്. എനിക്കറിയാൻ ഇരിക്കാൻ ഒരു കൊതിയുണ്ട്. എനിക്ക് ആ സിംഹാസനത്തെ ഇരിക്കാൻ ഒരു കൊതിയുണ്ട്. ഞാൻ ഓഫീസറായിരുന്നപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ഒരു കസേര ഉണ്ടാകുന്നത് അതിലായിരിക്കുന്നത്. റൊട്ടേറ്റിംഗ് ചെയർ. ഒരു ദിവസം കറങ്ങി ഞാനത് ഞാൻ പിന്നെ എനിക്ക് നേരത്തെ കൊതിയില്ല, ഇപ്പോഴും കൊതിയില്ല. എന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ ഒരു കസേര ഇനിയും പിടിക്കാൻ നോക്കരുത്, അത് കസേര കളിയായിട്ടും മാറും. I don't believe in any kind of chair, any kind of throne in my life. ഒരു പാവപ്പെട്ടവനായിട്ട് തെരുവിൽ പ്രസംഗിക്കുവാനാണ് ഞാൻ കൊതിക്കുന്നത്. കേരളത്തിലെ പല തെരുവിൽ കൂടെ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട്
ഞാൻ ഓർച്ചറായിരിക്കുമ്പോൾ വേറെ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവുകളുടെ കടകളിലൊക്കെ ചെന്ന് വേണോ പുസ്തകം എന്ന് ചോദിച്ചു വിറ്റ് നടന്നിട്ടുണ്ട്. സ്വന്തം ട്രാക്ട് കൊടുത്ത് നടന്നിട്ടുണ്ട്. പേഴ്സണലി വാഹനത്തിൽ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഈ കുരിശിത്വമൊന്നും അധികമില്ല. ക്രൂസൈഡ്, എന്നാ ക്രൂസൈഡ് എന്നറിയാമോ? അല്ലല്ല, ക്രൂസൈഡ് എന്ന് പറയാൻ ഞാൻ പറയാം, പന്തലിടാതെ ഉപദേശിച്ച് മാത്രം ഒരു ബുക്കി കെട്ടിയ പന്തലിട്ട് മൈക്ക് വെച്ച് നടത്തുന്ന യോഗത്തിന്റെ പേരാണ് ക്രൂസൈഡ്. മറ്റേനേക്കാൾ ചിലവ് കുറവാ, കാരണം പന്തലിടണ്ട. ഉപദേശി മാത്രം മഞ്ഞു കൊള്ളാതെ നിൽക്കുന്ന ശുശ്രൂഷയ്ക്കാണ് ക്രൂസൈഡിന്റെ പേര്. പിന്നെ ഇവിടെ ഈ സായിപ്പ് കളിക്കുന്ന മൈക്ക് ഇങ്ങനെ ഓടിക്കുക, ഇതാണ് ക്രൂസൈഡ് എന്ന് പറയുന്നത്. I don't believe that kind of silly things. ദൈവമക്കളെ, നിങ്ങളും ഞാനും നിങ്ങളുടെ അടുത്ത് നിങ്ങളോടുകൂടി ഇരിക്കുന്ന നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുകയാണ് എന്നോട് പേഴ്സണലി വാഗ്ദാനം നടത്താൻ കഴിയുമെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് പോയി വേദനപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സുവിശേഷം. ഒരു ഹൈ ലെവലോടെ അവന്റെ കാതിൽ ദൈവ സുവിശേഷം എത്തിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സുവിശേഷം. ഇന്ന് രാത്രി നമുക്ക് ഇന്ന് രാത്രി ആത്മഭാരതോടെ ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഏറ്റുവാങ്ങാം. സ്വന്തം ഞാൻ ആ ഭാഗം എടുത്ത് ഈ 14-ാമത്തെ അധ്യായത്തിൽ 144,000 പേര് സ്വർഗത്തിലെത്തി. ഇവർ സ്വർഗത്തിലെത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കണം, മറ്റാരുടെ അഭിപ്രായം കേൾക്കണം. ലോജിക് യുക്തി ഉപയോഗിക്കുന്നതിനകത്ത് ഇവര് ഭൂമിയിൽ വരെ കണ്ടു. അവരെ സ്വർഗത്തിൽ 144,000 ഉണ്ടാകുന്ന പറയാൻ മാത്രം ഞാൻ എടുക്കുന്നുണ്ട്. 144,000 പറഞ്ഞു പിടിപ്പിച്ചാൽ രക്ഷപ്പെടാം. അതൊന്നും ഉണ്ടാക്കുന്നതാ. കാരണം ഇനി ഞാൻ ലോജിക്ക് ചോദിക്കട്ടെ, ഇവരെ ഇതിനിടയ്ക്ക് എടുക്കപ്പെട്ടത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 12-ാം അധ്യായത്തിൽ ഒരു കൊച്ച്, സ്വന്തം ഒരു ആൺകുട്ടി, സ്വന്തം ആൺകുട്ടിയെ കുറിച്ചും ആ ഇരിക്കുന്ന സ്ത്രീയെ കുറിച്ചും ഒത്തിരി ആശയങ്ങളുണ്ട്. ഞാൻ ആരെയും ഖണ്ഡിക്കുന്നില്ല. മറ്റൊരാളുടെ പ്രസംഗം. This is my humble conviction. I relate this thing to this audience. എനിക്ക് എന്റെ മനസ്സിൽ ബോധപ്പെട്ടിരിക്കുന്നത് ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ ചിന്തിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രകാശം വീശി മഹാനായ പാസ്റ്റർ കെ എബ്രഹാമാണ്. ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടർ ലേക്ക് അദ്ദേഹത്തിന്റെ അനോട്ടേറ്റഡ് ബൈബിൾ ആൻഡ് റെവലേഷൻ എക്സ്പൗണ്ടഡ് എന്നീ പുസ്തകങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ്. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്കോളേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന ഏറ്റവും പേരെടുത്ത് പറയപ്പെടുന്ന പല സ്കോളേഴ്സും പല ക്രിട്ടിക്കൽ കമന്ററീസും ഞാൻ ഈ പറയുന്ന ആശയം വിശ്വസിക്കുന്നവരാണ്. എനിക്കത് ലോജിക്കലായിട്ട് തോന്നുന്നു. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ മഹോപദ്രവകാലം ആരംഭിച്ചു. 6-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ മഹോപദ്രവം അവസാനിക്കണം. കൃത്യം മധ്യഭാഗമായപ്പോൾ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഇനി ഒരു കാര്യം ഓർക്കണം, മഹോപദ്രവം എന്ന് പറയുന്നത് 70-ാമത്തെ ആഴ്ചവട്ടം എന്നാണ് നിന്റെ പേര്. ഓർക്കുന്നുണ്ടോ? നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കണമെങ്കിൽ ഈ മഹോപദ്രവകാലത്തിൽ യഹൂദനും ജെറുസലേമുമാണ് എന്റെ കേന്ദ്ര ആസ്ഥാനം. അങ്ങനെയാണെങ്കിൽ യഹൂദ സഭയാണ് പ്രധാന പ്രസക്ത വിഷയം. നിങ്ങളുടെ കോമൺ സെൻസ് വർത്തിയട്ടെ. സൂര്യനെ അണിഞ്ഞു, കാർക്കിക ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം. യോസേഫ് കണ്ട ദർശനം ഇവിടെ വളരെ അന്വർത്ഥമാണ്. ആ ദർശനത്തിന്റെ സ്വപ്നത്തിൽ യാക്കോബ് പറയുന്നതും യോസേഫ് പറയുന്നതും 2 ആത്മീയന്മാരാണ്. അപ്പൻ എന്ന നിലയിൽ മകനെ ഒന്ന് അല്പം ശാസിച്ച്, ഞാനും നിന്റെ അമ്മയുമോ? യാക്കോബ് ചോദിച്ചതാ, ഞാനും നിന്റെ. ചില പുള്ളികളൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മൾ പോയി സ്നാനപ്പെടുമ്പോ ചോദിക്കും, എടാ ഞാനും നിന്റെ തള്ളയെ ഇതുവരെ മുങ്ങിട്ടില്ല, പിന്നെ അവിടെ നീ പോയി മുങ്ങിയത്. പക്ഷെ ദർശനം കുറച്ചുകൂടെ മുഴുത്തതാണെങ്കിൽ അവൻ മുങ്ങും. അവനെ അപ്പനമ്മയെ പിടിച്ചിട്ട് നോക്കില്ല, അവനുള്ള വേറെ വാക്യം കണ്ടുപിടിക്കും, വ്യർത്ഥം. അതുപോലെ വേറൊരു വാക്യം വരും. ആ പ്രശംസ എവിടെയാണ്? പോയി ഏത് മാർഗത്താൽ? അമ്മമാർഗത്താലോ അല്ല, വളരെ കുറച്ചുകൂടെ ഗൗരവത്തിച്ചിട്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ വളത്തിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കാത്തവരെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനും വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും.
കൊച്ചിനെ 56, 55, 54, 55, 56 ദിവസം എണ്ണി ബുദ്ധിമുട്ടിച്ച് കൊച്ചിനെ മഹാശല്യം കാണിക്കുന്ന മിടുമിടുക്ക ഈ വാക്കുകളെല്ലാം കണ്ട് പരവശപ്പെടുകയാണ്. ഏറ്റവും വലിയ പണ്ഡിതന്റെ പുസ്തകം ഇറക്കിയ വലിയ സഭയുടെ പണ്ഡിതനാണ് അദ്ദേഹം. എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം വിവാഹം നടത്തിവിട്ടു ഐയുക്കാരായ ഒരു കപ്പിളിനെ. അവരെ മലേഷ്യയിൽ പോയി. അവർക്കൊരു കുട്ടി ജനിച്ചു. അവിടെ അച്ഛന്മാർ ആരും ചെന്നില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ വലിയ ദേവസ്ഥാനം തന്നെ അവിടെ ചെന്നു. അവർക്ക് ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ മാമോദിസ മുക്കണം. ഒരു ട്രഫിനകത്ത്, ഒരു ബേസിനകത്ത് കുറച്ച് വെള്ളം വാങ്ങിച്ച് കുട്ടിയെ, അതെങ്ങനെ എഴുതിയിരിക്കുന്ന രസം, കുട്ടിയെ പിടിച്ചടത്തി വിട്ടി. അപ്പുറമേ ബന്ധുക്കളുടെ അവിടെ ഇങ്ങനെ ആ വലിയ റൂമിൽ ഇരുന്നു. അദ്ദേഹം ഒത്തിരി കുതാശെല്ലാം കേട്ടൊഴി. നല്ല ഡ്രസ്സപ്പ് ചെയ്യുന്ന പെൺകുട്ടി, ആ സുന്ദരിയായിട്ട് നിൽക്കുന്ന കൊച്ചുകുട്ടി ഈ വെള്ളത്തെ കുറെ കോരി അവിടെ തലേ ഒഴിച്ചു. കുട്ടി ഇങ്ങനെ പല്ല് കടിച്ച് നിന്നു. എന്നിട്ടൊടുവിൽ ശുശ്രൂഷ ഇനിയിപ്പോ പോകുമെന്ന് പറഞ്ഞു വിട്ടു. അവൾ നേരെ ചെന്ന് മമ്മിയുടെ മടിയിലോട്ട് പോയി ഇരുന്നേച്ച് ഇങ്ങോട്ട് നോക്കി വെച്ച് പറഞ്ഞിട്ടുണ്ടോ, ഇനി ഇതിലെ വന്നേക്കരുത്, പൊക്കോളം. ഈ സംഭവം അദ്ദേഹം തന്നെ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു പുസ്തകം അതിനകത്തുണ്ട്. വളരെ അദ്ദേഹം എഴുതിക്കണം. ഇതൊക്കെ കാണുമ്പോൾ ശിശുസ്നാനത്തിന്റെ പൊള്ളത്തരം ഓർത്തു പോവുകയാണ്. നേതാവല്ലേ എത്തിക്കുക. മിടുക്കന്മാർ പലരും ഓടിച്ചോടിച്ച് പോയി മുങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ കൈ കിട്ടിയാൽ ഞാൻ മുക്കും 3 നിലവാണ്. എന്റെ അടുത്ത വീട്ടില് ചെറുപ്പക്കാരനെ സ്നാനപ്പെടുത്തുന്നുണ്ട്. അവന്റെ അപ്പൻ എന്നെ ബസ്സിലിട്ട് തൊഴിച്ചോളൂ, നീ മുക്കിയോളാം. ഞാനൊന്നും മിണ്ടിയില്ല. കൂടെ ഒന്ന് പറഞ്ഞാൽ എന്നെ കൂപ്പിളിച്ചേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇറങ്ങിപ്പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊക്കെ ഒരു മോട്ടോർ സൈക്കിളിൽ പുറകെ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്റെ അയൽവാസിയാ. ഞാനിങ്ങനെ അച്ചാരെ കാണുമ്പോൾ ഞാനിങ്ങനെ കൈവന്നിരിക്കുന്നതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞതാ, ഞാൻ അയാളെ തൊഴിച്ചെങ്കിലും അയാൾ എന്റെ വിഷ് ചെയ്തോടാ മോനെന്ന് പറഞ്ഞു. പുള്ളിയാഴ്ച ഞാൻ വിഷ് ചെയ്യുകയാണെന്നാ ഞാൻ കാണിച്ചതറിയോ? ജോൺസൺ പാസ്റ്റർക്ക് അറിയാം, അദ്ദേഹം സാക്ഷിയാ. പക്ഷേ ഞാൻ കാണിച്ചതറിയോ? ഈ കൈ കൊണ്ട് ആ മകനെ മുഖ്യ അപ്പനെയും എന്റെ തൊട്ടുപോയാൽ എന്റെ കുടുംബത്തിൽ മൊത്തം മുഖ്യ ഞാൻ പറയാം. യേശുവിന്റെ വാക്കുകൾ എന്നെ ഗൗരവപ്പെടുന്നത് സ്വർഗത്തിലും പുറപ്പെട്ട പിതാവിന്റെയും യേശുനാമത്തിൽ അല്ല കണ്ട ദിവസമുണ്ട്. യേശുനാമത്തിൽ മുക്കുന്ന പരിപാടിയില്ല. യേശുനാമത്തിൽ മുങ്ങിയ ചെന്നതിനെ വെള്ളം വിടുവോ? രണ്ടാമത് കൊണ്ടുപോയി ശരിക്കും മുക്കും. നമുക്ക് ഈ വാക്യങ്ങളിൽ കിടക്കുന്നതായി ഗൗരവം അല്ല. ദൈവങ്ങൾ ഓർക്കണം, ഇവിടെ നിങ്ങൾക്കെല്ലാം ഈ കൽപ്പനയൊക്കെ അനുസരിച്ച് ഗമയായി കാണിക്കുന്നത്, അതിന്റെ ചിരിയായി ചിരിക്കുന്നത്. സഹോദരിയെ ഭർത്താവ് തല്ലി ഇനി മുമ്പോടി മണ്ണ് വിട്ടു കൊടുത്തു. അവളെ പറഞ്ഞറിയോ? സ്നാനമുണ്ട്. ദൈവം ഓർക്കണം. സഹോദരിമാരെ, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ സത്യം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടപ്പുറപ്പുകൾക്ക് ദൈവം ഈ വെളിച്ചം നൽകുവാൻ നമുക്ക് ദൈവത്തോട് ഞാൻ കൂടുതൽ ആ വിഷയത്തിൽ പറയുവാൻ നേരം എടുക്കുന്നില്ല. ഇവിടുത്തെ വിഷയത്തിലേക്ക് വന്ന് ഏതൊക്കെ ദൈവാത്മാവിനെ കാണിച്ചു അങ്ങനെ ഉള്ളൂ. നമ്മുടെ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൂര്യനെ സ്ത്രീ യഹൂദ സഭയാണ്. കാർക്കിക ചന്ദ്രൻ അത് യോസേപ്പിന്റെ സ്വപ്നത്തിൽ യഹൂദ സഹസ്രത്തെ കാണിക്കുകയാണ്. 12 നക്ഷത്രങ്ങൾ അപ്പനും മക്കളും തമ്മിലുള്ള സംഭാഷണം. യോസേപ്പ് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയും നിന്റെ അമ്മയും ഞാനും നിന്നെ നമസ്കരിക്കുമെന്നോ എന്ന് പറഞ്ഞേച്ച് പറഞ്ഞാൽ മനസ്സിലായി മോനെ, മനസ്സിലായി. ശരി, നേരാ ചെറുക്കം വിട്ടില്ല. ഓർക്കണം, യോസേപ്പ് ആരാണെന്ന് നിങ്ങൾ ഓർക്കണം. ആരും നോക്കിയിട്ടും കുറ്റം കണ്ടെത്താൻ കഴിയാത്ത മഹാജീവിതം. അവൻ തെറ്റുവരികയാണ്. എനിക്ക് പറഞ്ഞാൽ ആ ദർശനം കറക്റ്റാണ്. നിങ്ങൾ ഓർക്കണം, യഹൂദ സഭയാണ് ആ ചിന്ത
മനുഷ്യൻ. കന്യാമറിയാം യേശുവിനെ പ്രസവിച്ചതാണെന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് ലാറൻസ് ലാർക്കിൻ, മഹാകവി കെ.വി. സൈമൺ, തിയോഡോർ എഫ്, അതുപോലെ വാരൻ വെസ്റ്റി, അതുപോലെ തന്നെ ജെൻ ഡാർബി, വില്യം കെല്ലി മുതലായ മഹാന്മാരെല്ലാം വിശ്വസിക്കുന്നത് യഹൂദ സഭയിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചു വരുന്നതാണ് ആൺകുട്ടി എന്ന്. ഞാൻ അവരോട് ചോദിക്കുന്നു, ഞാൻ സൈമൺ സാറിനെ ഖണ്ഡിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ പറയല്ല. ഞാൻ എന്റെ അഭിപ്രായം ഹംബിൾ ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തു ജനിക്കുന്നത് മഹോപദ്രവത്തിൽ നടക്കാമോ? അതിനെ ചോദിക്കാം. സ്വന്തം ജനിച്ച് മരിച്ച് സ്വർഗത്തിൽ പോയി മടങ്ങിയതായിരിക്കും. അന്നേരം ഈ കൊച്ചിനെ പിന്നെയും ഭയങ്കര കഷ്ടമാണ് കാണിക്കുന്നത്. തമ്പുരാൻ പിന്നെ ജനിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, മഹോപദ്രവത്തിന് മുമ്പേ സഭയുടെ എടുക്കപ്പെടപ്പെടാവുന്ന 3 തീയതിയുണ്ട്. ഒന്ന് പ്രീ ട്രിബുലേഷൻ, മഹോപദ്രവത്തിന് മുമ്പേ സഭ എടുക്കപ്പെടും. 2 മഹോപദ്രവത്തിന് നടുവിലെടുക്കപ്പെടും, മിഡ് ട്രിബുലേഷൻ. 3ാമത് പോസ്റ്റ് ട്രിബുലേഷൻ. അലക്സാണ്ടർ റീസ് മുതലായ ആളുകൾ പോസ്റ്റ് ട്രിബുലേഷൻ വിശ്വസിക്കുന്നു. ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു പറയാം. ഈ ഒറ്റ വാക്യം മതി. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം, വെളിപ്പാട് 3:10, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടത് ഭൂതലത്തിലെന്നും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിനക്ക് എനിക്കറിയാം. നിയമം കൊണ്ട് നമ്മുടെ സമയം തീർന്നു. എനിക്ക് പറഞ്ഞു ഞാൻ സ്പീഡിൽ പ്രസംഗിച്ചിട്ടും തീർന്നില്ല. സ്വന്തം മറ്റു കാര്യങ്ങൾ ഒന്നും പറഞ്ഞു ഇതിന്റെ തെളിവ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വീണ്ടും ഓർപ്പിക്കാം, ഈ ആൺകുട്ടി എന്ന് പറയുന്നത് 144,000 യഹൂദ മുദ്രിതന്മാർ വലിയൊരു യഹൂദ ക്രൈസിന്റെ നടുവിൽ വരുമ്പോൾ അവർ പുറത്തു വരുന്നതാണ്. ഒരാൺകുട്ടിയെ പ്രസവിച്ചുവെന്ന് യെശയ്യാ 26-ലും 66-ലും വായിക്കുന്നത് അന്വർത്ഥമാണ്. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമെന്ന് യെശയ്യാ 66-7 വായിക്കുന്നു. ആ ജനിക്കുന്ന കുട്ടി യഹൂദ സഭയിൽ നിന്ന് 144,000 പുറത്തു വരുന്നതും എടുക്കപ്പെടുന്നതുമാണെന്ന് നിസ്സംശയം കാണാൻ കഴിയും. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആർക്കും എതിര് പറയുകയല്ല. നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഹൂസ്റ്റണിൽ പ്രസംഗിക്കുന്ന ഒരാളോട് ചോദിച്ചു, സാറേ ഇതെങ്ങനെയാകുന്നത്? യേശുവല്ലേ? ഞാൻ ചോദിച്ചു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് യേശു ജനിച്ചപ്പോൾ നിവൃത്തിയായി. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്നുള്ളത് നിവൃത്തിയാകാൻ പോകുന്നു. സിയോൻ പ്രസവിക്കുമെന്ന് പറഞ്ഞത് നിവർത്തിക്കപ്പെടുമോ? നിവർത്തിക്കപ്പെടും. എപ്പോഴാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സിയോൻ പ്രസവിക്കുമെന്ന് പറയുന്നത് എപ്പോൾ നിവർത്തിക്കപ്പെടും എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിലേക്ക് പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു 144,000 ഈ ഭൂമി വിട്ടു പോകുന്നതാണ് ഈ ആൺകുട്ടി എന്ന്. സിയോൻ സമൂഹത്തിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് ഭൂമിയുടെ പിടികൾ 144,000 എടുക്കപ്പെടുന്ന സംഭവം ദൈവാത്മാവ് കാണിക്കുന്നത് ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുകയാണ്. ഇത് 3 ഗ്രൂപ്പ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മിച്ചമുള്ള ദുഷ്ടന്മാരാണ്. അവരെ കുറിച്ച് വായിക്കുന്നത്, ഞാൻ വലിയോരുടെ സിംഹാസനവും അതിലൊന്നും ഇരിക്കുന്നത് കണ്ടു. കണ്ടുമുന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ നിർത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. സമുദ്രം തങ്ങൾ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങൾ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിട്ടു. ഈ തീപ്പൊയ്യ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാവുന്ന ഏവരെയും ഇതിനകത്തുള്ള കണ്ണുകയറിക്കാം. എല്ലാവരും നിമിഷത്തോടെ ദൈവം നമ്മുടെ ഏവരെ സമർപ്പിച്ചു ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 4 വിഭാഗമായി മനുഷ്യവർഗം തിരിക്കപ്പെടാൻ പോവുകയാണ്. 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ എടുക്കപ്പെടുന്നതാണ്, ഒരുമിച്ച് രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലതാർക്ക്? ഏറ്റവും നല്ലത് നമുക്ക്, ഏറ്റവും നല്ലത് നമുക്ക്. അതിനാണ് മണവാക്യമെന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് ഭാവിക്കുവാൻ നമുക്ക് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ യോഗം തീരുമ്പോൾ ഇതിന്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുവാൻ കഴിയുമോ? ഞങ്ങളുടെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. രക്തസാക്ഷികളായി മരിക്കുന്ന സമൂഹം രക്തസാക്ഷികൾ മഹോന്നതരാണ്. അതേ കാലത്ത് തന്നെ ഇസ്രായേൽ
പോകാനിരിക്കുകയാണ്, സമയം കഴിഞ്ഞു പോകാനിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾ എന്നോട് സഹകരിക്കണം. വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ പോകാനിരിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? ഞാനിതുവരെ കേൾക്കാത്തൊരു കാര്യം കേട്ടു. ഞാൻ മഹോപദ്രവകാലത്തിന് മുമ്പ് എടുക്കപ്പെടുന്ന കർത്താവിന്റെ സഭയിൽ എടുക്കപ്പെടുവാൻ ഒതുങ്ങുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുടെ കൈ ഉയർത്തിക്കാൻ തന്നെ നമുക്കായിട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കൈ ഉയർത്തിപ്പിടിച്ചാതെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയുള്ള നിത്യരക്ഷകളെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പങ്കിടുവാൻ ഇന്ന് രാത്രി സാധിച്ചല്ലോ. വേണ്ടി വിളിച്ച ഇവിടുത്തെ ഫെലോഷിപ്പിനോടുള്ള ഏറ്റവും ആഴമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇനി നമുക്ക് കാണുവാൻ ലഭിക്കുന്ന ദിവസത്തിന് മുമ്പേ കാഹളം ഊതുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാഹളം ഊരി നാം എടുക്കപ്പെട്ടാൽ എല്ലാവരുടെ കാണുവാൻ ദൈവം സഹായിക്കണം. എനിക്ക് രാജോചിതമായ സർക്കാരം നൽകി എനിക്ക് കരുതി എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് ശുശ്രൂഷകൾ ചെയ്യിച്ച് എന്നെ സ്നേഹിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ നന്ദി ഈ സമയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കർത്താവ് വിളിച്ചാൽ ജനുവരി മാസത്തിൽ ഞാൻ ക്രമേറ്റിലും അതിന് ശേഷമായിട്ട് ഗൾഫുദേശങ്ങളിൽ വരുവാൻ ധാരാളം ക്ഷണങ്ങളുണ്ട്. 12 വർഷത്തിന് ശേഷമായിട്ട് വരുവാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി തോന്നി. നിങ്ങളെല്ലാവരുടെ സ്നേഹത്തിന് പ്രത്യേക നന്ദി. ഇത് പ്രസംഗിച്ചു നിൽക്കാനൊക്കെ ഇല്ലല്ലോ. നിങ്ങളെല്ലാത്തിനും നന്ദി പറഞ്ഞോണ്ട് ഞാനിവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗം പ്രാർത്ഥിച്ചു തീരുമ്പോൾ ഞങ്ങളിവിടെ വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്പെഷ്യലായിട്ട് തോന്നുന്നവർ ദയവായിട്ട് മുൻപോട്ട് വരണം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രോഗികളോ ദുഃഖികളോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്ന ജീവിതങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. അവിടെ ക്ലോസ് ചെയ്യുന്നതുമായി ഇന്ന് രാത്രി അതിന് വേണ്ടി നമ്മളെ സഹായിക്കും.